ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് എണീറ്റ് നിന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നും ഇന്നലെയും എന്നും എപ്പോഴും നമ്മളെ കരുതുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് യേശുവിൽ സന്തോഷമുണ്ട്? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഈ വൈകുന്നേര സമയം നമ്മളുടെ ജോലിയും ഭാരങ്ങളും എല്ലാം കഴിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കാം. കുറച്ചു നേരം നമുക്ക് നമ്മുടെ അധരങ്ങളെ തുറന്ന് യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളും കഴിഞ്ഞ സമയങ്ങളും ഒക്കെ ദൈവം നമ്മളെ കരുതിയ വിധങ്ങളോട് നമുക്ക് നന്ദി പറയാം. യേശുവേ, ഞാൻ നടന്ന വഴികളും ഞാൻ പോയ മേഖലകളെല്ലാം കർത്താവ് കണ്ടിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ കണ്ണുകൾ, എൻ്റെ കരങ്ങൾ, എൻ്റെ കാലുകൾ, എൻ്റെ ശരീരം, എൻ്റെ ഹൃദയം എല്ലാം അശുദ്ധിയിലായിരുന്നപ്പോഴും ആ ശുദ്ധിയിലായിരുന്ന എന്നെ കർത്താവ് തൻ്റെ സ്നേഹം തന്ന് വേർതിരിച്ച കൃപയോട് നമുക്ക് നന്ദി പറയാം. യേശുവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടില്ലാതെ നടക്കുകയൊന്നുമില്ല. ജീവൻ്റെ വെളിച്ചം എന്നും വെളിച്ചത്തിൽ നടക്കുന്നവരായിട്ട് ആയിരിക്കുവാനാണ് യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ ആ വെളിച്ചത്തിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഇരുട്ട് നമ്മളെ ആകർഷിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന് ഈ വൈകുന്നേരം നമ്മൾ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങൾ എൻ്റെ കണ്ണിനെയും എൻ്റെ ഹൃദയത്തെയും ആകർഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഈ വൈകുന്നേര സമയം ഒരു നിമിഷം നമുക്ക് യേശുവിൽ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഭൗതികമായിട്ടുള്ള നന്മകളും അവർക്ക് കിട്ടുന്ന സൗഖ്യവും എല്ലാം കാണുമ്പോൾ നമ്മളതിൽ അസൂയപ്പെടുന്നവരാണോ? നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുൻപാകെ നമുക്ക് സമർപ്പിച്ച് നമ്മൾ തന്നെ ശോധന ചെയ്യാം. നമ്മൾ തന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കാം. ചേറ്റിൽ കിടന്നായിരുന്ന എന്നെ ഒരു മേന്മയും ഒന്നും പറയുവാനില്ല. ഞാൻ വട്ടപൂജ്യമായിരുന്ന സമയത്ത് തന്നെ കർത്താവ് എന്നെ വിളിച്ച് വേദനിച്ചു. ഇന്ന് കർത്താവ് ചോദിക്കുന്നത് എൻ്റെ പണമോ എൻ്റെ ആരോഗ്യമോ ഒന്നുമല്ല, ആ പൂർണ്ണ ഹൃദയത്തോടു കൂടി അവനെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി യേശുവിൻ്റെ മുമ്പാകെ ഏൽപ്പിക്കാം. ആനന്ദം നിത്യമാകും നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ
വെള്ളിയിൻ ശ്രേഷ്ഠമായ സൂര്യ തേജോമയൻ വെണ്മവസ്ത്രധാരിയായ യേശു തമ്പുരാനെ ആത്തിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനാമീ ഭൂമിയിൽ ആത്തിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനാമീ ഭൂമിയിൽ നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ എൻ്റെ രക്ഷയ്ക്കായി ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നു വേളയൊന്നും നൽകാനില്ല ഞാനെന്നും നിന്റേതല്ലേ ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനാമീ ഭൂമിയിൽ ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനാമീ ഭൂമിയിൽ നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു നല്ലിടയനായ യേശു എന്നെയും തേടി ഇന്ന് രാത്രിയിൽ അവൻ്റെ മാറ്റമില്ലാത്ത അവിടുത്തെ മാറ്റമില്ലാത്ത വചനം കേൾക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ നല്ല നിലമാക്കി മാറ്റുവാൻ ഉഴുതുമറിച്ച് പരിശുദ്ധാത്മാവം ദൈവം ഈ കേൾക്കുന്ന ഓരോ ജീവനുള്ള വിത്തുകളും വചനങ്ങളും കഥാവെ ഞങ്ങളുടെ ഹൃദയപ്പലകിൽ വീണ് അത് 100 മെനി വിളയാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവിന്ന് രാത്രിയിലും പ്രവർത്തിക്കുവാൻ ഞങ്ങളേറെ ആഗ്രഹത്തോടെ വരുന്നു. എല്ലാ നാവുകൾ തുറന്ന് അല്പസമയം പറഞ്ഞാട്ട് കർത്താവേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ചെവികൾ കേൾക്കേണ്ടതിന് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം മാത്രമായിരിക്കണം. ഞങ്ങളെ നിത്യജീവനിലേക്ക് കടത്തുവാനും ഞങ്ങളെ നിത്യ നരകത്തിന് യോഗ്യരായി എണ്ണുവാനും ന്യായം വിധിക്കാൻ തക്കമുള്ള അങ്ങയുടെ മനോഹരമായ വചനം ഇന്ന് കർത്താവേ ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയപ്പലകിൽ അത് എഴുതേണ്ടതിന് അവിടുത്തെ ഇഷ്ടമില്ലാത്തതൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയേണ്ടതിനും അവിടുത്തെ ഇഷ്ടമുള്ളത് മാത്രം ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവേ അത് വിതയ്ക്കേണ്ടതിനും ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളെ ആളുമാറിയവനാക്കി മാറ്റുവാൻ കർത്താവേ ആദമിൻ്റെ സന്തതികളായ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനം കൊണ്ട് പണിതെടുത്ത് കർത്താവേ സ്വർഗാനുരൂപനാക്കി മാറ്റുന്ന അവിടുത്തെ വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ ചെവികളെ തുറക്കുവാൻ ഞങ്ങൾ ഇന്ന് രാത്രി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പിതാവ് ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങൾ കീഴ്പ്പെടുകയാണ്. ഇന്ന് രാത്രിയിലും
അവിടുന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്ന അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഗ്രഹിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യം ലോകത്തെക്കുറിച്ചാണല്ലോ. കർത്താവെ, ഈ ദുഷ്ടൻ ഭരിക്കുന്ന ലോകത്തിൽ ഞങ്ങൾ എന്നുള്ള അല്പസമയമായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി മറ്റൊരു ലോകം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുകയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി നശിക്കാത്തൊരു ലോകം പണിതുകൊണ്ടിരിക്കുകയാണെന്നും കർത്താവെ, ആ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി മുന്നേ കടന്നുപോയ ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായ, ഞങ്ങളുടെ പിതാവായ, ഞങ്ങളുടെ കർത്താവായ ആ യേശുവിൻ്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ഓരോ ദിവസം നടന്നു വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. അതുകൊണ്ട് കേൾക്കുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുവാൻ, എന്ത് കേൾക്കുന്നുവെന്ന് ഞങ്ങൾ കർത്താവെ ഗ്രഹിച്ചറിയുവാൻ, എങ്ങനെ കേൾക്കുന്നുവെന്നും ഞങ്ങൾക്ക് കർത്താവെ ഗ്രഹിച്ചറിയേണ്ടതിന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വചനം കേൾക്കുന്നതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന എല്ലാ ഇരുള്ള വികാരങ്ങളെയും ലോകത്തിലെ പ്രഭുവിനെയും നസ്രായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. രാത്രിയിൽ എല്ലാ ഹൃദയങ്ങളെയും നിയന്ത്രിക്കുവാൻ അവിടുത്തെ ആത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അടിയനും അങ്ങോട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുകയാണ്. ഇന്ന് രാത്രി അവിടുത്തെ ഹിതം, അവിടുത്തെ മനസ്സ് മാത്രം സംസാരിക്കുവാൻ അവിടുത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. നിയന്ത്രിക്കുന്ന കൃപക്കായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വേൾഡിനെ കുറിച്ചാണ്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്. കാരണം ഒരുപക്ഷെ മറ്റെന്തിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് വിഷയമുണ്ടാകത്തില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഹൃദയമൊക്കെ മറഞ്ഞു പോകാനിടയുണ്ട്. കാരണം സംസാരിക്കുന്ന മുഴുവനും അവനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ നമ്മൾ സാത്താൻ്റെ ആഴങ്ങൾ അറിയാത്തവരല്ലല്ലോ. അറിഞ്ഞേ മതിയാകൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ആയുസ് തോറ്റുപോകാനിടയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വരും ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒട്ടനവധി മനുഷ്യർ, ദൈവഭക്തന്മാരായവരെല്ലാം ഈ യാത്രയിൽ വീണുപോയി. എത്രയോ ആൾക്കാർ ഓട്ടം തുടങ്ങി, പക്ഷേ വഴിയാത്രയിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ എത്രയോ ദൈവകുഞ്ഞുങ്ങൾ, എത്രയോ ദൈവദാസന്മാർ, ബൈബിൾ എഴുതപ്പെട്ട് ഇരിക്കുന്നവർ പോലും. ഹല്ലേലൂയ. ഈ ഏറ്റവും ചെറിയ സഭ കർത്താവിൻ്റെ സഭയായിരുന്നു. ഇന്ന് നമ്മുടെ എങ്ങനെ വെച്ച് നോക്കിയാലും നമ്മുടെയൊക്കെ വലിയ സഭയാണ്. 100-200-300 പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഏറ്റവും ചെറിയ സഭ കർത്താവിൻ്റെ സഭയായിരുന്നു. 12 പേർ, അല്ലേ? വിരലിലെണ്ണാവുന്ന ആൾക്കാരും മാത്രം. അതിൽ ഒരുവൻ കള്ളനായിരുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവന് കർത്താവ് വിളിച്ചത് അപ്പോസ്തലത്വം കൊടുത്ത് അപ്പോസ്തലൻ എന്ന ആ ഗണത്തിലേക്ക് എണ്ണപ്പെട്ട് വിളിക്കപ്പെട്ടവനാ ആ യൂദാ ഇസ്കരിയോത്തൊക്കെ. എന്നിട്ട് പോലും അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ മനുഷ്യന് കർത്താവിൻ്റെ വിളിയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല എന്നതും ഭയങ്കര പരമാർത്ഥമായ സത്യം കിടക്കുക നമ്മുടെ മുമ്പിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഏറ്റവും ഭയാനകമായൊരു വിഷയമാണ് ലോകമെന്ന് പറയുന്നത്. നല്ലൊരു ശതമാനം ദൈവകുഞ്ഞുങ്ങളും ദൈവദാസന്മാരും ഇതിൻ്റെ കീഴിലാണെന്ന കാര്യം മറന്നു പോകരുത്. കാരണം 80% ദൈവകുഞ്ഞുങ്ങളും നിത്യമായ നരകത്തിലേക്കെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചതാണ്. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം രക്ഷിക്കപ്പെട്ടിട്ടും ഈ ലോകത്തിന് പുറകെ പോയതുകൊണ്ട്, ലോകത്തിൻ്റെ പ്രശസ്തിയും മാനവും ലോകത്തിൻ്റെ ധനത്തിനെയും പുറകെ പോയതുകൊണ്ട് ആ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച്, അല്ലെങ്കിൽ ആ ലോകത്തിൻ്റെ ദൈവമായ സാത്താൻ അവരെ വശീകരിച്ച് അവരെ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയും. കർത്താവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം കർത്താവ് നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിരിക്കുന്ന ദ ഫെയ്ത്ത് എന്ന് പറയുന്ന ആ പുസ്തകം, വിശ്വാസ പ്രമാണം നമ്മുടെ കയ്യിൽ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. വീണ്ടും ജനിക്കപ്പെടുത്തിയ ഒരു പുതിയ മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്. സകല സത്യത്തിലും ഈ എഴുതിയിരിക്കുന്ന സകല സത്യം എഴുതുവാൻ നിയന്ത്രിക്കപ്പെട്ട സാക്ഷാൽ തേജോമാനായ, തൃത്വത്തിൽ മൂന്നാമനായ ആ പരിശുദ്ധാത്മാവിനെയും നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. അത് മനോഹരമായ വിശുദ്ധന്മാരോടുകൂടി പഠിക്കേണ്ടതിന് വേണ്ടി സകല വിശുദ്ധന്മാരെയും നമുക്ക് ഒരുക്കി നൽകിയിട്ടുണ്ട്. സകലതും, എബ്രായലേഖന കർത്താവ് പറഞ്ഞ സകലതും നമുക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ ഇനി അനുസരിക്കുക, കേൾക്കുക, എൻ്റെ ഹൃദയം അവനിലേക്ക് ചായ്ക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും മാത്രം ഉത്തരവാദിത്തമാണ്. ഒരിക്കലും കർത്താവ് ഒരിക്കൽ പോലും കരം പിടിച്ച് കൊണ്ടുപോകത്തു പോലുമില്ല കർത്താവ്. കാരണം സോൾ, നമ്മുടെ ദേഹിയെ ദൈവം നമുക്ക് തന്നിരിക്കുക. നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഇച്ഛാശക്തിയെ നമുക്ക് തീരുമാനിക്കാം. അന്നും ഏതെങ്കിലും, അന്നും ഇന്നും എന്നും. അതുകൊണ്ട് വീണ് പോയിട്ട് കാര്യമില്ല. വീഴുന്നതിന് മുമ്പ് ഈ പ്രമാണം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. വീഴാതിരിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ നൽകിയിട്ടുണ്ട്. വീണിട്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ജഡത്തെ, റോമർ 8:13 പറയുന്നു, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ജീവിച്ചാൽ മരിക്കും. ഒരുപാട് ദൈവം നമ്മുടെ ആ ദീർഘക്ഷമയുടെ വലിപ്പം നമ്മളെ കാണിക്കുമ്പോൾ ഒരിക്കലും അവൻ കൈവിടത്തില്ല. ഒരിക്കലും അവൻ ദീർഘക്ഷമയുടെ വലിപ്പം നമ്മളെ കാണിച്ചു തന്നിരിക്കും. ഹല്ലേലൂയ.
കർത്താവ് എപ്പോഴെങ്കിലും നമുക്ക് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് പഠിക്കാം. അവസാന നിമിഷം വരെ യൂദ ഇസ്കരിയോത്തിന്റെ കവിളിൽ കർത്താവ് ചുംബിക്കുമ്പോഴും അവർ മാനസാന്തരപ്പെടാമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ കൃപയുടെ വാതിലടഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനും പേഴ്സണൽ കൃപയുണ്ട്, അതായത് വ്യക്തിപരമായ ഏത് മനുഷ്യനും കൃപയുണ്ട്. ആ കൃപയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല. ഏശാവൊക്കെ നിലവിളിച്ചു, ഒരു ഗുണവുമില്ല. യൂദ ഇസ്കരിയോത്ത് നിലവിളിച്ചു, ഒരു ഗുണവുമില്ല. കൃപയുടെ വാതിൽ നമുക്കെല്ലാവർക്കുമുണ്ട്. അതിൻ്റെ ആഴം എത്രയാണെന്നും അതിന് സമയം എത്രയാണെന്നും അതിന് കാലയളവ് എത്രയാണെന്ന് നമുക്കൊരു ഇരിക്കും അറിയത്തില്ല, ആർക്കും ഇതിൽ കൊടുത്തിട്ടുമില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ട്, അവൻ ദീർഘക്ഷമയുള്ളവനാണ്, അവൻ്റെ വലിപ്പം അത്രയും വലിയ വലിപ്പമാണ്. പക്ഷേ രക്ഷിക്കപ്പെടാൻ നമുക്കൊരു അവസരം ദൈവം തരികയാണ്. രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ ദേഹിയുടെ രക്ഷ, സോൾ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്നുള്ളത് വേദപുസ്തകം അടിവരായിട്ട് പഠിപ്പിക്കുക, അല്ലേ? മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊക്കെ പഠിപ്പിക്കുമ്പോൾ 12:25 പഠിപ്പിക്കുക, നമ്മുടെ ജീവനെ കളഞ്ഞാൽ അവൻ്റെ ജീവനെ നമുക്ക് തരാം. നമ്മൾ രക്ഷിക്കപ്പെടുവാൻ നമ്മളായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ സ്വയത്തെ, അല്ലേ? ഇല്ലെങ്കിൽ പരാജയം നമുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ദൈവം പോലും ഉത്തരവാദിത്തമില്ല. കാരണം തരാമെന്നുള്ളത് മുഴുവനും തന്നു. അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ പോലും നമുക്ക് വേണ്ടി നൽകി. അവൻ്റെ ആത്മാവിന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന രഹസ്യങ്ങൾ നൽകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മനസ്സിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അറിയുന്നു എന്ന് 1 കൊരിന്ത്യർ പറയുമ്പോൾ അതേ ആത്മാവിനെ എനിക്ക് നിങ്ങൾക്ക് പാലം ചെയ്തു തന്നിരിക്കുന്നത്, അവൻ്റെ മനസ്സറിയാൻ. ഹല്ലേലൂയ. ഇനി ഒരിക്കൽ പോലും അറിഞ്ഞില്ല, കേട്ടില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പറയാൻ ആർക്ക് കഴിയത്തില്ല. ആര് പഠിപ്പിച്ചില്ലെങ്കിലും പഠിപ്പിക്കാൻ തക്കവണ്ണമുള്ള വെളിപ്പാട് നൽകാൻ തക്കവണ്ണമുള്ള ഒരുവൻ നമ്മുടെ അകത്ത് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ കേൾക്കുന്നത് അവൻ്റെ കൃപ മാത്രമാണ്. കാരണം അവൻ നമ്മെ കേൾപ്പിക്കുകയാണ്. ഇതെല്ലാം ഒരു ദിവസം ന്യായം വിധിക്കുന്ന ദിവസമുണ്ട്. നമ്മൾ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനമാണ് യഹോവയുടെ വചനം. നമ്മൾ പാട്ട് പഠിച്ചതൊക്കെ ഓർത്താൽ മതി. ഹല്ലേലൂയ. അത് നമ്മെ ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി അവൻ്റെ ന്യായവിധിയുടെ സിംഹാസനം ഒരുക്കപ്പെട്ടതാണ്. ന്യായം വിധിക്കുവാൻ ഒരുവനെ നിയമിക്കപ്പെട്ടതാണ്. ന്യായം വിധിക്കുവാൻ അവരുടെ നിയമങ്ങൾ ഒരുക്കപ്പെട്ടതാണ്, അല്ലേ? വിധിക്കപ്പെട്ടവരെ തള്ളിക്കളയുവാനും ജീവങ്ങളിലേക്ക് കടത്തിവിടുവാനും ഒരുക്കപ്പെട്ട ദൂതന്മാർ പോലും ഇന്ന് ഒരുക്കിയിരിക്കുകയാണ്. ഇന്നല്ല, ലോകമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുന്നത്, ഇതൊക്കെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വായിൻ തുമ്പിലിരിക്കുകയാണ് ജീവനും മരണവും. നമ്മുടെ ചിന്തയിലിരിക്കുകയാണ് അശുദ്ധി വേണോ വിശുദ്ധി വേണോ, സ്വർഗം വേണോ നരകം വേണോ, നമ്മുടെ ചിന്തയിലിരിക്കുകയാണ്. ഒരൊറ്റ വാക്ക് മാത്രം മതി ദൈവം നമ്മെ സഹായിക്കുവാനായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, അദൃശ്യ ലോകം ഭരിക്കുന്നത് പിശാചാണ്. നമ്മുടെ മനുഷ്യൻ്റെ 2/3 ഭാഗവും യഥാർത്ഥ മനുഷ്യൻ ജീവിക്കുന്നത് അദൃശ്യ ലോകത്തിലാണ്. വീണ്ടും ആവർത്തിക്കുന്നത്, ഇത് അകത്ത് കയറിക്കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ, യഥാർത്ഥ മനുഷ്യൻ പോലും ജീവിക്കുന്നത് അദൃശ്യ ലോകത്തിലാണ്. ഇത് വെറും മണ്ണാങ്കട്ട മാത്രമാണ്. ഹല്ലേലൂയ. ആ അദൃശ്യ ലോകം ഭരിക്കുന്നത് പൈശാചിക ലോകമാണ്. സ്വർഗത്തിൽ നിന്ന് വീണുപോയ 1/3 ഭാഗം ദൂതന്മാർ, 33.33% 33 കോടിയും ഈ അദൃശ്യ ലോകത്തിൽ ഉണ്ടെന്ന്. ഹല്ലേലൂയ. അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും സോൾ ജീവിക്കുന്നത്. തകർക്കപ്പെട്ടു പോയ, മലിനപ്പെട്ടു പോയ, അശുദ്ധ സ്വഭാവങ്ങളാൽ നിറയപ്പെട്ടു പോയ നമ്മുടെ പഴയ ആ ദേഹി ഹൃദയം, നമ്മുടെ പഴയ സോള് ജീവിക്കുന്നത് ആ അദൃശ്യ ലോകത്തിലാണ്. എത്രമാത്രം സ്വാധീനം ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോ നിങ്ങൾ. ഹല്ലേലൂയ. എത്രമാത്രം വലിവ് അവനെ നമ്മളെ വലിക്കുവാൻ, നമ്മളെ സ്വാധീനിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പം നമ്മുടെ സ്വഭാവം മാറിപ്പോകുന്നത്, നമ്മുടെ സോളിനെ എവിടെയോ ആൾക്കാർ വലിച്ചിട്ട് പോവുകയാണ്. അതൊക്കെ സത്യമായ കാര്യമാണ്. ഇന്നും പിശാച് ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന് പോലും ഈ ലോകത്തെ ഭരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കാൽവരി കുരിശിൽ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഒരൊറ്റ സാത്താനെ പോലും അവൻ ബന്ധിച്ചില്ല. അവൻ സാത്താനെ ജയിച്ച് അക്കരെ നാട്ടിൽ പോയി. നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ സാത്താനെയും അവൻ്റെ ലോകത്തെയും ജയിച്ച് അക്കരെ നാട്ടിൽ പോകാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ സാത്താനെ ബന്ധിച്ച് തകർക്കാൻ വേണ്ടിയല്ല. അവൻ അന്നും ഇന്നും ഇവിടെ തന്നെയുണ്ട്. കർത്താവും അത്രയും ചെയ്തിട്ടുള്ളൂ. കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോഴും അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. പക്ഷേ ഇപ്പോഴും അതുങ്ങളെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. അവൻ ജയിച്ചതുപോലെ അവൻ്റെ ആത്മാവിനാൽ നമ്മെയും ജയിക്കുവാൻ നമ്മളൊരു ശിശുവിനെ പോലെ പഠിപ്പിക്കുക. അവനിപ്പോൾ അവൻ്റെ കരങ്ങൾ പിടിച്ച്, ആത്മാവെന്ന പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ പിടിച്ച് ഒരു കുഞ്ഞിനെ പോലെ എന്നെയും നിങ്ങളെയും ട്രെയിൻ ചെയ്യുകയാണ്. എങ്ങനെ സാത്താനെ ജയിക്കാം, എങ്ങനെ അവൻ്റെ ലോകത്തെ കീഴ്മേൽ മറിക്കാം, എങ്ങനെ ആത്മമണ്ഡലങ്ങളിൽ ജയിച്ചടക്കാം, എങ്ങനെ ജഡത്തിൻ്റെ മോഹങ്ങളെ തകർക്കാം, എങ്ങനെ ഒരു വിശുദ്ധ ജീവൻ നയിക്കാം, എങ്ങനെ പ്രത്യാശയിൽ ഓടിത്തികക്കാൻ കഴിയുമെന്നൊക്കെ അവൻ്റെ ആത്മാവിനെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മളെ അവൻ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പിടിച്ചൊക്കെ പണ്ടേ ഇട്ട് ഓടിപ്പോയാണ് നമ്മളൊക്കെ. അവൻ നമ്മെ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്.
ഹല്ലേലൂയ. നമ്മൾ അവരെ കരത്തെ പിടിച്ചിരുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇന്ന് എവിടെയെങ്കിലും കളർ ഷാപ്പിലോ ഏതെങ്കിലും സിനിമ തിയേറ്ററിൽ കണ്ടില്ല നമ്മളെ പിടിച്ചിരുന്നെങ്കിൽ അവൻ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയും ഭയാനകവുമായ കാര്യമാണ്. നിങ്ങൾ സാത്താൻ്റെ ആഴങ്ങൾ അറിയാത്തവരല്ലല്ലോ, അറിയണം. നമ്മൾ അറിഞ്ഞേ മതിയാകൂ. ഇല്ലെങ്കിൽ വീഴ്ച ഭയാനകമായ വീഴ്ചയായിരിക്കും. നമ്മൾ അറിയത്തില്ല. അടിയിലെ മണ്ണ് പാറപ്പുറത്തല്ല, മണ്ണുമേലെ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ അറിയില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ നമ്മൾ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറയിൽ മേലല്ല, വെറും മണ്ണിലായിപ്പോയെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചതാണ് വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ഒന്ന് പഠിച്ചതാണ്. നമ്മൾ ലോകസ്നേഹമുള്ളവനെ ദൈവം വെറുക്കുന്നു, ദൈവത്തിന് സ്നേഹിതനല്ല എന്നൊക്കെ പഠിച്ചതാണ്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന് സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെ എവിടെയുള്ളതാ? ജഡമോഹം. ജഡമെന്ന് പറഞ്ഞാൽ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്പമായിട്ട്. നമ്മൾ ട്രിനിറ്റി ഓഫ് മാൻ എന്നുള്ള ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ സോള് മലിനപ്പെട്ടു പോയപ്പോൾ ആ നമ്മുടെ ഹൃദയം ശരീരത്തോട് പറ്റിച്ചേർന്നപ്പോൾ അതിനിടയിൽ കയറി വന്നതാണ് ഇതെല്ലാം, അല്ലേ? ഉൽപ്പത്തി സൃഷ്ടിപ്പിൽ അതില്ല, നമുക്ക് ജഡമില്ല. 6-ാം അധ്യായം വന്നപ്പോഴാണ്, ഉൽപ്പത്തി 6-ാം അധ്യായം വന്നപ്പോഴാണ് ഇവർ തനി ജഡമല്ലയോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ പിശാചിന്റെ സ്വഭാവം കയറി വീണു. അത് ആ പഴയ മനുഷ്യൻ, അതിനെ ഒലിഞ്ഞു കളയാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ജഡത്തെ അതിന് രാഗമോഹങ്ങളോട് കൊന്നുകളയാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ ഈ ലോകത്തിലെ പ്രശസ്തിയും മാനമൊക്കെ ഇതൊക്കെ ലോകത്തിലുള്ളതാണ്. ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായി കാണും. ജഡം നമ്മുടെ അകത്തുനിന്ന് വ്യാപരിക്കുന്ന നല്ലൊരു ശതമാനം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. എല്ലാം നല്ലൊരു ശതമാനവും ജഡത്തിൽ നിന്ന് അവർ കടന്നു വരുന്നത്. 2, കൺമോഹം. നമ്മുടെ കണ്ണൊക്കെ എന്നും അതിൻ്റെ മോഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇത് കണ്ണിന് മോഹം വരണമെങ്കിൽ അകത്തുനിന്ന് പൊങ്ങി വരുന്നതാണ്. ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ കണ്ണെപ്പോഴും അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആഗ്രഹമില്ലെങ്കിലും കണ്ണ് അങ്ങോട്ട് പോകാൻ എപ്പോഴും പറയാറില്ലേ, എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ കണ്ണ് പോകുകയാണ് പാപത്തിലേക്ക്. കാരണം ഹൃദയത്തിനകത്ത് സോളിൽ കിടക്കുന്ന ദേഹി ഹൃദയത്തിൽ കിടക്കുന്നത് അതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. കണ്ണും ഹൃദയവും തമ്മിൽ ചേർന്ന് കിടക്കുകയാണ്. പണ്ട് പഠിച്ചവർക്കറിയാം, മനസ്സൊക്കെ ഹൃദയമൊക്കെ തമ്മിൽ ചേർന്നിരിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ജീവനത്തിലെ പ്രതാപം, ഈ ലോകത്തിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് തനി ലോകം തന്നെയാണ്. ഈ ലോകത്തിൽ എനിക്ക് പേര് വേണം, പ്രശസ്തി വേണം, അല്ലേ? ഞങ്ങളെപ്പോലത്തെ ഈ ആത്മീയ കോളത്തിൽ നോക്കിയാൽ മൈക്ക് വേണം. എനിക്ക് സ്റ്റേജിൽ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേജിൽ സീറ്റ് കിട്ടണം. അതും ഫ്രണ്ടിൽ നടുക്ക്, അല്ലേ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന? ഇതൊക്കെ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതൊക്കെ എവിടെ നിന്നുള്ള? ലോകത്തിലുള്ളതാണ്. എല്ലാം പിതാവിൽ നിന്ന്, ലോകത്തിൽ നിന്ന് അത്രയുള്ളത്. ലോകത്തിലെ കാര്യങ്ങൾ അതെല്ലാം. മനസ്സാവുന്നുണ്ടോ? വലിയവനാകാൻ കർത്താവ് ആഗ്രഹിച്ചെങ്കിൽ അവന് വലിയവനാകാമായിരുന്നു. പക്ഷേ അതിനല്ല കർത്താവ് വിളിച്ചത്. കാരണം ഈ ലോകം പഠിക്കുന്ന നമ്മൾ വെറും ഒഴിഞ്ഞു പോകാൻ പോകുന്ന മാത്രമാണ്, കത്തിപ്പോകാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. ഇതൊക്കെല്ലാം അവിടെയാണ് എൻ്റെ ഹൃദയം, അവിടെയാണ് എൻ്റെ ലോകമോഹങ്ങൾ, കൺമോഹം, ജഡീച്ഛകളും, എൻ്റെ പ്രതാപങ്ങളും, എൻ്റെ ആഗ്രഹങ്ങൾ. ഇവിടെയാണെങ്കിൽ ലോകം ഒഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ നരകത്തിലേക്ക് പോകും. ലോകത്തിൻ്റെ പ്രഭുവിന്, ലോകത്തിലെ ദൈവത്തിന് എവിടെയാണ് സ്ഥാനം? അതുതന്നെയാണ് എൻ്റെ സ്ഥാനമായിരിക്കും. കാരണം ലോകത്തിലുള്ളത് എന്തൊക്കെയാ? ജഡമോഹം. അത് പിന്നീട് എപ്പോഴെങ്കിലും ഡെലിവറൻസ് ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കും എന്താണ് ജഡം. അതിനെക്കുറിച്ച് കീറി മുറിച്ച് പഠിക്കും നമ്മൾ. ഹല്ലേലൂയ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മുഴുവനും ലോകത്തിൽ നിന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് വാക്ക് മാത്രം പറഞ്ഞു പോകുകയാണ്. ഹല്ലേലൂയ. ഇതിലെന്തെങ്കിലും എൻ്റെ മനസ്സുടക്കി കിടന്നാൽ ഞാൻ ലോകം ഒഴിഞ്ഞു പോകുന്ന ദിവസമുണ്ട്. ഇന്നല്ല, അല്ലേ? ലോകം 1000 ആണ്ടിന് ശേഷം എല്ലാം കത്തിപ്പോകുന്ന ദിവസം. പത്രോസ് പറഞ്ഞ പോലെ മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിപ്പോഴും. ആറ്റം, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എല്ലാം തീപ്പൊരിക്കായി കാത്തിരിക്കുകയാണ്. ഇതെല്ലാം കത്തിപ്പോകുമ്പോൾ അവിടുത്തെ പ്രഭുവും കത്തിപ്പോകും. ആരാ പ്രഭു? 14 യോഹന്നാൻ 14-ാം അധ്യായത്തിൽ വാക്കിയില്ലേ? എന്താ 30-ാമത്തെ വാക്കിയില്ലേ? യോഹന്നാൻ 14:30, അല്ലേ? ലോകത്തിലെ പ്രഭു വരുന്നു. ആരാണ് അവൻ? സാത്താൻ. അവൻ ഒഴിഞ്ഞു പോകുമ്പോൾ അവൻ്റെ കൂടെ ഈ ഏറ്റവും കുറഞ്ഞത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപവും ഉള്ളവരെല്ലാം അവനോടുകൂടി അവൻ്റെ നാട്ടിലേക്ക് കടന്നു പോകും. കാരണം അപ്പനുള്ളവിടത്തെ മക്കളും ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജഡത്തിലാണ് അച്ഛൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകണമെന്നാണെന്നറിയാമോ? എൻ്റെ ജഡത്തിന് അച്ഛനായത് കൊണ്ടാണ് എന്നെ ജനിപ്പിച്ച അച്ഛൻ PS ഗോപി, അല്ലേ? കാണാൻ പോവുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ എൻ്റെ അകത്ത് വീണ്ടും ജനിപ്പിച്ച എൻ്റെ പിതാവ് സ്വർഗീയ പിതാവുണ്ട്. രാവിലെ ഉണരുമ്പോൾ തന്നെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഇപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ പിതാവിനോട് കേൾക്കാൻ വേണ്ടിയാണ്, അവനെ മനസ്സറിയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്തുമാകട്ടെ, ഇത് മറന്നു പോകരുത്. ലോകം അതിൻ്റെ മോഹമൊക്കെ ഒഴിഞ്ഞു പോകാൻ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. എന്താ ദൈവ ഇഷ്ടം?
അല്ലേ മഹാഭാരതം അല്ലേ രാമായണം മുഴുവൻ വായിച്ച് സീതാരാമൻ്റെ ഡാഷ് ഡാഷ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോലെ. എന്താ ദൈവം ഇഷ്ടം? ഒരു വർഷം ഇതെന്താ സംശയം? കണ്ണു തെളിയിക്കുന്ന എല്ലാവരും. എന്താ ദൈവം ഇഷ്ടം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആദിയോടെന്താ? ഉൽപ്പത്തി 1:26, വെളിപ്പാട് പുസ്തകം 1:21-7. എന്താ ഇത്? ഉൽപ്പത്തി 1:26, യോഹന്നാൻ സുവിശേഷ ഭാഗം 1:12, വെളിപ്പാട് പുസ്തകം ലാസ്റ്റ് 21:7. എന്താണ്? ജയിക്കുന്നവൻ ഗവൺമെന്റ് ജോലി കിട്ടും, അവന് പ്രൊമോഷൻ കിട്ടും, ബിസിനസ് ചെയ്യും, അവൻ കാറും വീടും ലോകമൊക്കെ വാങ്ങും. അതാണ്. പിന്നെ എന്താ? ജയിക്കുന്നവൻ ഇതവകാശമാക്കും. ഏതാ? നാം ദൈവത്തിന്റെ മക്കളും അവൻ നമുക്ക് പിതാവുമായി തീരുകയാണ്. ഇതാണ് ഏറ്റവും. ഈ ഒരു വെളിപ്പാട് നിങ്ങൾ വിട്ടാൽ ക്രിസ്ത്യ ജീവിതം പരാജയം തന്നെയായിരിക്കും. കാരണം ഇതല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ കഴിക്കുന്ന പുസ്തകത്തിൽ മറ്റൊന്നുമില്ല. ഉൽപ്പത്തി 1:26 ദൈവം എന്ത് മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചോ അവിടെ മുതൽ വെളിപ്പാട് പുസ്തകം 21:6 സംഭവിച്ചു തീർന്നു. എല്ലാം സംഭവിച്ച് മുടിഞ്ഞിർക്ക് എന്നൊക്കെ തമിഴിൽ പറഞ്ഞൊക്കെ മുടിഞ്ഞിർക്ക്. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞാൽ എന്താ മുടിഞ്ഞത്? ദൈവത്തിന് ഇഷ്ടം. എന്താ ദൈവത്തിന് ഇഷ്ടം? ദൈവം നമ്മെ ദൈവപുത്രന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എവിടേക്ക്? ദൈവിക കുടുംബത്തിലേക്ക്. അതുകൊണ്ട് ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഓക്കെ, ഞാൻ വിട്ടുപോകുന്നു. നമ്മൾ പറഞ്ഞാൽ എന്നാലും അല്പം പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാൻ പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വലിയ പടുവൃക്ഷം വീഴുന്ന പോലെ നമ്മൾ വീണിരിക്കും. അതുകൊണ്ട് എത്രയോ ആൾക്കാരൊക്കെ ഓടി അവസാനം വരുമ്പോൾ ഏതെങ്കിലും പാപത്തിൽ വന്ന് വീണ് അവസാനം ലോകത്തിന് മുമ്പിൽ നിന്നാപാത്രമായി തീരും. എത്രയോ ആൾക്കാർ എനിക്കത് അറിയാമോ? പല കേസുകളിൽ പിടിച്ച് ചിലർ കൊത്തിക്കൊന്ന് കൊലയാളികളായി തിരിച്ചു പോകുന്നു. ചിലർ എന്തൊക്കെയോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് പിടിക്കപ്പെട്ട് ലോകത്തിൽ നിന്നാപാത്രമായി ജീവിക്കുന്നത്. ഇതൊക്കെ ഒരായുസിൻ്റെ ഒടുക്കത്തിൽ സംഭവിക്കുന്നത്, ഇപ്പം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? ഇത് വചനം പഠിക്കുന്നത് ഇതാ വരാതിരിക്കാൻ വേണ്ടിയാ. നമ്മുടെ അകത്ത് എല്ലാം ജഡമുണ്ട്. ജഡം ഇന്ന് പുകത്തില്ല. കർത്താവിൻ്റെ വരവോൾ അവിടെ തന്നെയുണ്ടത്. പഴയ മനുഷ്യൻ അല്ലേ? നമ്മളെ ടെസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുക. അതെല്ലാം ആണോ ഇല്ലയോ? അതുകൊണ്ട് വീഴാതിരിക്കാൻ വേണ്ടി പഠിക്കുന്നത്. വലിയ വീഴ്ച വീഴാതിരിക്കാൻ വേണ്ടി അല്ലേ? ആണല്ലോ. അപ്പം അതുകൊണ്ട് ലോകത്തിൻ്റെ പുറകെ കൺമോഹം, ജഡമോഹം, ജീവിതത്തിൻ്റെ പ്രതാപമൊക്കെ ഈ ലോകത്തിൽ നിന്നുള്ളതാ. അതിലേക്ക് എവിടെയെങ്കിലും ഹൃദയം മുടക്കിയിട്ടുണ്ടെങ്കിൽ പറിച്ചെടുക്കുക. ആരാണ് നമ്മൾ പഠിച്ചു? ആരാണ് ലോകത്തിലെ പ്രഭുവെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. അവൻ അവിടെ നിന്ന് വീണു എന്ന് നമ്മൾ കണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 5 രാജ്യങ്ങളുടെ മേൽ അല്ലേ പറവകളൊക്കെ എന്തൊക്കെയാ? ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, പ്ലാനറ്റ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് ഈ 5 രാജ്യങ്ങളുടെ മേൽ വാഴുവാൻ ദൈവം മനുഷ്യനെ നിർത്തി. 6ാമത്തെ രാജ്യത്തിൽ ഈ 6ാമ രാജ്യം മനുഷ്യനെ നിർത്തിയിട്ട് പാപം ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ദൈവം മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് സാത്താന് കൈമാറി എന്നും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ വിട്ടുപോകുക. ഇന്ന് സാത്താനാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്, ഭൂമിയല്ല. അത് പിന്നീട് പഠിക്കും. സാത്താനാണ്. സാത്താൻ ലോകത്തിൻ്റെ പ്രഭുവാണ്. സിസ്റ്റം ഓഫ് ദിസ് വേൾഡ് അത് പഠിക്കും കുറച്ചും കഴിയുമ്പോൾ. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? അതുകൊണ്ട് കർത്താവ് നമ്മെ ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ചെയ്തിരിക്കുക. ഇന്നലെ ഞങ്ങൾക്കൊരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അതും കഴിഞ്ഞു. അപ്പോൾ എൻഗേജ്മെൻറ്റ് ചെയ്തിരിക്കുക. അടുത്ത 7-ാം തീയതി ആ ചെക്കൻ വന്ന് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോകും. പിന്നെ നമ്മുടെ റോളും കഴിച്ച്. അതുവരെ നമ്മളൊക്കെ അവിടെ നിൽക്കട, ഇവിടെ മാറിയിരിക്കട, അതൊക്കെ നമുക്ക് പറയും. കാരണം നമ്മൾ പറഞ്ഞ് കേൾക്കാൻ വേറെ വഴിയില്ലല്ലോ അല്ലേ? കെട്ടിച്ചു കൊടുക്കണമല്ലേ? പക്ഷെ അത് കഴിയുമ്പോഴല്ലേ ചെക്കൻ പെണ്ണിനെ വിളിച്ചിട്ട് പോകും. അതുപോലെ ഒരിക്കൽ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവൻ്റെ മണവാട്ടിയും കൊണ്ടുപോകും. അന്ന് എന്താ പറയുക, എണ്ണയെടുക്കാത്ത ബുദ്ധിഹീനന്മാരായ കന്യകമാരെ പോലെ ആകാതെ, എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എടുത്തുകൊണ്ട് നിന്നാൽ അവൻ്റെ മണവാട്ടി ചേർത്തോട്ട് പോകുമ്പോൾ നമുക്ക് അവൻ്റെ കൂടെ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ വിവാഹം നടക്കുകയില്ല എന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചല്ലേ? പൗലോസൊക്കെ യഹോവ നമ്മൾ ആഴമായി എടുത്തതാണ്. ഞാൻ വിട്ടുപോകുകയാണ്. ഞാൻ മരുഭൂമിയിൽ വിതക്കാത്ത ദേശത്തിനെ നീ വിതക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹ നിശ്ചയിച്ച കാലത്തിലെ. ഈ വാക്യം ഒന്ന് മറന്നു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കുറിച്ചിട്ടേക്കണം. നിങ്ങളുടെ ബൈബിളിൽ എവിടെയും കുറിച്ചിടണം. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ 40 വർഷം വിതയും കൊയ്ത്തുമില്ലാത്ത ദേശം. എൻ്റെ വാക്ക് നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിട്ടോ. വിതയും കൊയ്ത്തുമില്ല, ഒരു ജോലിയുമില്ല. വിതയും കൊയ്ത്തുണ്ടല്ലേ ഭക്ഷിക്കപ്പെടുന്നല്ലേ? അപ്പോൾ ഒരു ജോലിയുമില്ലാത്ത 40 വർഷം മരുഭൂമിയിൽ ദൈവം അവരെ പോഷിപ്പിച്ചെങ്കിൽ നമ്മുടെ ഈ ജീവിതം മരുഭൂപ്രയാണ യാത്രയാണ്. ഇവിടെ നമ്മൾ ഒന്നും ഞാൻ ചെയ്യേണ്ടതില്ലെന്നല്ല പറഞ്ഞു വരുന്നത്, തെറ്റിദ്ധരിച്ചേക്കരുതേ. എന്നിട്ട് നമ്മളോട് പറയുന്നത് നോക്കിയേ, വിളിച്ചവൻ വിശ്വസ്തന നമ്മെ പോഷിപ്പിച്ചിരിക്കും. പലപ്പോഴും നമ്മളാണ്
കൈവിട്ട് നമ്മുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും പോകുന്നത്. നല്ല കാര്യമാണ്, പക്ഷെ അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ജോലി ചെയ്യേണ്ട ഒന്നുമല്ല പറയുന്നത്, അതൊക്കെ വേണം, ആവശ്യമുണ്ട്. ഞാനും ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ കിട്ടുന്നത് മുഴുവനും അവൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനും എടുത്തിട്ട് നമുക്ക് വീട് വേണം, ഭക്ഷണം വേണം, നല്ല KFC വേണം, ഡോമിനാർ എന്നല്ല പറഞ്ഞാൽ ഡോമിനോസാണ്, ഡോമിനോസിന് ചിക്കൻ വേണം, ഒക്കെ കഴിച്ചോ, നല്ല സമൃദ്ധമായി തന്നെ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളത് മുഴുവനും കർത്താവിന്റെ രാജ്യം പണിയാൻ വേണ്ടിയാണ്. അതാണ് യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം. നല്ല തിന്നും കുടിച്ച് നല്ല നല്ല വണ്ടിക്ക് തന്നെയാണെന്ന് ഒരു കുഴപ്പമില്ല, പക്ഷേ അധ്വാനിക്കുന്ന മുഴുവനും അവൻ്റെ രാജ്യം പണിയാൻ വേണ്ടിയായിരിക്കണം. അപ്പോൾ എന്തുവാകട്ടെ, അതുകൊണ്ട് മരുഭൂമിയിൽ വിതയും കൊയ്ത്തുമില്ലാത്ത ദേശത്ത് നീ അനുഗ്രഹിച്ചെങ്കിൽ അത് തന്നെ ദൈവം നമ്മളെ ചെയ്തിരിക്കും. ഒരു കുറവും ഉണ്ടാകത്തില്ല. ആയുഷ്കാലം മുഴുവൻ നിങ്ങളുടെ പുറകെ വരും നന്മയും കരുണയും. ഇത് എൻ്റെ വാക്കല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ വാക്കാ. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം മുഴുവനും നമ്മുടെ പുറകെ വരുമെന്ന് പറഞ്ഞാൽ വരും തന്നെയാ. അതൊക്കെ അനുഭവിക്കുന്നതോടാണ് ഞാൻ നമ്മളെ പറയുന്നത്. ഹല്ലേലൂയ. മുമ്പിൽ പോകരുത്. മുമ്പിൽ പോകണമെങ്കിൽ നമ്മുടെ അധ്വാനം മുഴുവനും അവന് പോവും, നമ്മുടെ പ്രയത്നം കൊണ്ട് പ്രയത്നത്തിലേക്ക് പോകും. പക്ഷേ ഇന്ന് അധ്വാനിക്കുന്ന നല്ലൊരു ശതമാനവും അവൻ രാജ്യത്തിന് വേണ്ടിയ ബാക്കിയൊക്കെ പുറകെ കിടക്കുകയാണ്. അത് നമ്മൾ ആഴമായി കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. വിവാഹം നിശ്ചയിച്ചു, എന്നാലും നടന്നില്ല എന്ന് പൗലോസ് പഠിച്ചാണല്ലേ. വിവാഹം നിശ്ചയം കഴിഞ്ഞു, എന്നാലും ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ നമ്മയും ചതിപ്പാനോടെയാണ്. നമുക്ക് നമ്മുടെ വിവാഹം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുക, പക്ഷേ ഈ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം മറന്നു പോകരുത്. നമ്മളെല്ലാവരും ഓർത്തേക്കണം, ഇന്നും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മക്കൾ 2, 3, 5, 6 കാണും, ഒക്കെ ഉണ്ട്, ഒക്കെ ശരി തന്നെയാ അല്ലേ, ഒക്കെ ശരി തന്നെയാ. പക്ഷേ ആ കല്യാണത്തെ കാര്യമല്ലേ ഞാൻ പറയുന്നത്. ആ കാന്തനായ ആത്മമണാളനായ ക്രിസ്തുവായുള്ളത് എൻഗേജ്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, വിവാഹം ഇന്നും നടന്നിട്ടില്ല എന്ന കാര്യം വളരെ ഭയത്തോടെ ഓർക്കണം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഭയത്തോടെ ഓർക്കണം, ഓരോ ദിവസം ഭയത്തോടെ ഓർക്കണം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അവൻ വന്നിട്ടില്ല, അവൻ വരുന്നത് വരെ നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളൊക്കെ അവനോട് മാത്രമായി, ഏകാഗ്രതയും നിർമ്മലതയും. എൻ്റെ വാക്ക് നിങ്ങൾ ഒറ്റവാക്കി പറഞ്ഞു പോയെന്നുള്ളൂ, മറന്നു പോകരുത്. രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഓർത്തേക്കണം. എന്താ ഓർക്കേണ്ടത്? ഇന്ന് രാവിലെ നമുക്ക് പുട്ടിൻ്റെ കൂടെ കടല വേണോ? അതൊക്കെ നല്ല കാര്യം, ഇതൊക്കെ ഓർത്തോ. ഉത്തരവാദിത്തങ്ങളാണ്, നമ്മളൊക്കെ ഓർത്തേ മതിയാവൂ. ഉത്തരവാദിത്തം തന്നെയാണ്. ഉച്ചക്ക് നല്ലത് വേണം, മീൻകറി, ഫിഷ് ഫ്രൈ ഒക്കെ വേണം. ഈ 10 രൂപയുടെ ചാളയൊക്കെ മേടിച്ച്, വയറ് പൊട്ടി ചാളയൊക്കെ മേടിച്ച് വെച്ച് വെറുതെ ചുമ്മാ അല്ല പൈസ ഒക്കെ മുടക്കി നല്ല നെയ്മീനൊക്കെ മേടിച്ച് കഴിച്ചോണം. അത് ഒട്ടും കുറവ് വരുത്തരുത്. ഞാൻ അങ്ങനെ പറയുള്ളൂ, ഞാൻ നല്ല സമൃദ്ധമായി കഴിച്ചോളാം ഞാൻ പറയുള്ളൂ. പിശുക്കി അല്ല, അങ്ങനെ പിശുക്കി ഒന്നും നോക്കട്ടെ. നാളെ ആരെയും കൊണ്ടുപോയാൽ നമ്മൾ അവസാനം അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടി വരും. കിട്ടുന്ന നല്ല സമൃദ്ധമായി കഴിച്ചു, നല്ല വണ്ടി നടത്തും, നല്ല വാഹനത്തിൽ തന്നെ നടന്നു നിങ്ങൾ. ഞാൻ ഒരിക്കലും വേണമെന്ന് പറയത്തില്ല. പക്ഷേ രാവിലെ ഉണരും പറയണം, കർത്താവേ, ഞാൻ എൻ്റെ കല്യാണം നടന്നിട്ടില്ല. ഇതോർക്കുമ്പോഴാണ് അവൻ്റെ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ദാഹിക്കത്തുള്ളൂ. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ താഴെ വീഴാൻ വലിയ വീഴ്ച, ഭയങ്കര വീഴ്ചയായിരിക്കും. അതോടെ പറഞ്ഞു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പഠിച്ചതാണ്, ഞാൻ വിട്ടുപോകുന്നു. പരസംഗം എന്ന വാക്ക് നിങ്ങൾ മറന്നുപോയോ? പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് വാക്യമാണ് പരസംഗം, ഫോർണിക്കേഷൻ എന്നാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, ഇവിടെ കാണാൻ കഴിയും. KJVയിലൊക്കെ പഠിച്ചാൽ അത് പരസംഗം എന്ന് പറഞ്ഞാൽ അതെന്താ? ഞാൻ ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ. എന്താ പരസംഗം? എന്താ? വ്യഭിചാരവും പരസംഗവും തമ്മിൽ വ്യത്യാസം എന്താ? ചീത്ത വാക്കൊന്നും അല്ല, ആരും ചീത്ത പറയൂലേ, വടിയെടുക്കത്തില്ലേ? പറഞ്ഞോ, ധൈര്യത്തിൽ പറഞ്ഞോ. എന്താണ് വ്യഭിചാരവും പരസംഗവും? നമുക്കെല്ലാം ഇച്ചിച്ചി പോലെ എല്ലാ കാര്യങ്ങളും. പരസംഗവും വ്യഭിചാരവും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ ദിവസം പറഞ്ഞ് അവസാനിപ്പിച്ചു പോയതാ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനി മുന്നോട്ട് പോവില്ല. പരസംഗം ഹേതുവായി ഭാര്യയെ ഒഴിവാക്കാം. അത് കറക്റ്റ്, ഇപ്പം കറക്റ്റായി. കാരണം കർത്താവ് പറഞ്ഞു ഒരിക്കലും പിരിയാത്ത ബന്ധമാണ് ഏത്? ഭാര്യ ഭർത്തൃ ബന്ധം. മരണത്താൽ മാത്രം പിരിയുന്ന ബന്ധം. അപ്പം മോശയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒപ്പിട്ട് ഇങ്ങനെ എന്താ പറയുക, എന്താണോ ഉപേക്ഷ പത്രം എഴുതി കൊടുത്ത് നിങ്ങൾക്ക് ഉപേക്ഷിക്കാമെന്ന് മോശ എഴുതി കൊടുത്തെങ്കിലും അത് നിങ്ങളുടെ കഠിന ഹൃദയ നിമിത്തമാണ്, കാഠിന നിമിത്തമാണ് മോശ അത് അനുവദിച്ചത്. പക്ഷേ ഒരിക്കലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഈ വാക്ക് നിങ്ങൾ എപ്പോഴും ഓർക്കണം. എന്ത് പഠിക്കുമ്പോഴും ആദിയിൽ നോക്കണം. ഏദൻ തോട്ടത്തിലേക്ക് ആദിയിൽ ദൈവം പറഞ്ഞ വാക്ക് അത്രമാത്രം 1, 2, 3 അധ്യായങ്ങളൊക്കെ വളരെ ആഴമായ പഠിപ്പില്ല കർത്താവ് പഠിപ്പിക്കുന്നത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ആദിയിൽ എങ്ങനെയായിരുന്നു? അതാണ് നമ്മൾ അറിയേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെ നമുക്ക് ഇന്നും ആദിയിലേക്ക് മടങ്ങിക്കൊണ്ടുവരികയാണ് നമ്മെ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഭാര്യയെ ഉപേക്ഷിക്കാൻ പാടില്ലാത്തൊരു വല്ലാത്തൊരു ബന്ധമാണ് കല്യാണം.
കല്യാണം കഴിച്ചവർക്ക് പ്രശ്നം, അത് അവർക്ക് ആ പ്രശ്നം, കഴിക്കാനിരിക്കുന്നവർക്ക് വേറെ പ്രശ്നമല്ലേ, എന്തോ ആകട്ടെ, അത് വല്ലാത്തൊരു പ്രശ്നം. എന്നാലും ഞാൻ പറഞ്ഞു പോകാം, വിവാഹം കഴിച്ചാൽ വേറൊരു ബന്ധം പിരിയാനായിട്ട് നമുക്ക് കഴിയത്തില്ല. പക്ഷേ യഹൂദൻ്റെ പ്രമാണം അനുസരിച്ച് എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് തുല്യമാണ് അവരുടേത്. ഒരുപാട് ആഴമായി പഠിക്കേണ്ട മറ്റൊരു വിഷയമാണ് യഹൂദൻ്റെ കല്യാണം. ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് എപ്പോഴും എടുക്കും നമ്മൾ. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ആ പെണ്ണ് അവൻ്റെ മാത്രം പെണ്ണാണ്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ മറ്റേ നമ്മുടെ അബ്രഹാമിൻ്റെ എലിയാസറൊക്കെ അബ്രഹാമിൻ്റെ മോന് വേണ്ടി ഒരു പെണ്ണിനെ അന്വേഷിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അതിലേ ഇസാക്കിനെ കാണുമ്പോൾ ഒട്ടനടി ഒരു പെൺകൊച്ച് തലയിലൊക്കെ എന്തിട്ട് ഒന്ന് നിങ്ങൾ വായിക്കത്തൂല, അതൊന്നും വായിക്കാൻ ശരിയാവില്ലല്ലോ. ഞാൻ പിന്നീട് എടുത്തോളാം, പതിയെ എടുത്തോളാം അത്, അല്ലേ? അത് നോണെന്നറിയാമോ, അവന് വേണ്ടിയുള്ളതാ, ഞാനിനി അവന് വേണ്ടി മാത്രമുള്ളതാ. നമ്മൾ പിന്നെ എല്ലാവർക്കും കൂടിയുള്ള അതാ പ്രശ്നം. ഇത് ലോകത്തെ അതാ പഠിപ്പിക്കുന്നത്, എല്ലാവർക്കും കൂടിയുള്ളതാ നമ്മൾ. അതുകൊണ്ടാണ് അതൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മളൊക്കെ നല്ല കുട്ടപ്പനായിട്ട് നടക്കുന്നത്, നല്ല സെറ്റപ്പായിട്ട് നല്ല റെഡിയാക്കി ആയിട്ടിരിക്കുന്നത്. പിന്നെ എടുത്തോളാം, ഞാൻ ആഴമായി തന്നെ എടുത്തോളാം ക്ലാസ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അത് വിവാഹത്തിന് തുല്യമാണ്. പക്ഷേ വിവാഹത്തെ ആ എൻഗേജ്മെൻറ്റിനിടയിൽ ചെക്കൻ വന്ന് പെണ്ണിനെ കൊണ്ടുപോകുന്ന സമയം വരെ, അല്ലേ, മണവാളൻ വരുന്നു എന്ന് വിളി കേൾക്കുമ്പോൾ തന്നെ മണവാളിൻ്റെ സ്നേഹിതന്മാർ കുരവീട്ടുകൊണ്ട് വരികയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അതിനിടയിൽ എവിടെയെങ്കിലും ആ പെണ്ണ് ഏതെങ്കിലും കാമുകൻ്റെ കൂടെ പോയാൽ വിവാഹം നടക്കുകയില്ല. ഇപ്പോഴെങ്കിലും നിങ്ങളുടെ ഹൃദയത്തെ കുറിച്ചിട്ടോ. അതിൻ്റെ പേര് ഫോർണിക്കേഷൻ, പരസംഗം. വ്യഭിചാരമല്ല, പരസംഗം എന്ന വാക്കിനർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അതുപേക്ഷിക്കാം നമുക്ക്, വിവാഹം നടക്കാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് ഇതേ വാക്ക് തന്നെയാണ് നമുക്കെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും എൻഗേജ്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. വിവാഹം നടക്കണമെങ്കിൽ നമ്മൾ പരസംഗം, വ്യഭിചാരമല്ല, പരസംഗം ചെയ്യാൻ പാടില്ല. എന്താ പരസംഗം? നമുക്കൊരു കാമുകനുണ്ട് ഇപ്പുറത്ത്, തൊട്ടരികിൽ തന്നെ, ലോകമെന്ന് പറയുന്ന കാമുകൻ. അവൻ്റെ കീഴിലാണ് ജഡം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപമൊക്കെ അവൻ്റെ കീഴിലാണ്. ഇതെല്ലാം ലോകത്തിൽ ഉള്ളതല്ലയോ, അല്ലേ? ഇതെല്ലാം എവിടത്തെയാ? ലോകമെന്ന് പറയുന്ന കാമുകൻ്റെ കള്ളക്കാതലിൻ്റെ കീഴിലുള്ളതല്ല. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവനോട് അത് ഇണങ്ങിപ്പോയാൽ, അവൻ്റേത് എന്തെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാൽ, കർത്താവേ ഇതാ ഞാൻ തുറന്നു തരുന്നു, അല്ലേ, നീ എൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യണമെന്ന് പണ്ട് വിളിച്ചതാ രക്ഷിക്കപ്പെട്ടപ്പോൾ. പക്ഷേ ലവോദിക്ക സഭയോട് കർത്താവ് ദൂത് പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക, ഞാനിതാ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം തേട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനോടും കൂടി അത്താഴം കഴിക്കും. ഇപ്പോൾ സഭയുടെ, ലവോദിക്ക സഭ ഈ തലമുറയെക്കുറിച്ച് പറയുക. ആ സഭയുടെ ഹൃദയത്തിനകത്ത് ആരില്ല? ക്രിസ്തുവില്ല. കാരണം ക്രിസ്തുവില്ലെങ്കിൽ വേറൊരുത്തർ അവിടെ കയറിയിരിക്കേണ്ടാവും. നമ്മളറിയില്ല, അവൻ ആരാണെന്ന് അറിയാൻ കഴിയത്തില്ല നമുക്ക്. അത് ലോകമെന്ന് പറയുന്ന കള്ളക്കാമുകനാ. ഹൃദയത്തിനകത്ത് രാജാവായി, കർത്താവായി, മണവാളനായി, നമ്മുടെ പ്രിയനായി നമ്മുടെ ഹൃദയത്തിൽ അവനെ വാഴിക്കുന്നില്ലെങ്കിൽ നമ്മളെ തന്നെ പരിശോധിച്ചാൽ മതി. ഡെലിവറൻസ് ക്ലാസ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ഇത് ഡെലിവറൻസ് ക്ലാസ് അല്ല. നമ്മുടെ ഹൃദയത്തിൽ എൻ്റെ സ്വയമാണ് പൊങ്ങി വരുന്നതെങ്കിൽ ഓർത്താൽ മതി, എവിടെയോ കർത്താവ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. മറ്റേ ഞങ്ങളൊക്കെ പണ്ട് ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഇടയ്ക്ക് പറയും, ആ ക്ഷേത്രത്തിൽ നിന്ന് ആ ദേവി അങ്ങ് ഇറങ്ങിപ്പോയി. ഞാൻ എൻ്റെ ഭാര്യ ദേവിയല്ല, ആ ക്ഷേത്രത്തിൽ ദേവി ഇറങ്ങിപ്പോയെന്ന്. പിന്നെ ആ പുള്ളിക്കാരൻ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊണ്ട് തിരിച്ചു കൊണ്ടിരുത്തും. അങ്ങനെ ഇരുത്തുന്ന പരിപാടി ഇവിടെ നടക്കത്തില്ല. ഇറങ്ങിപ്പോയാൽ മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് നിലവിളിച്ച് അനുതപിച്ച് മടങ്ങി വന്നാൽ, അവൻ കരുണ തോന്നിയാൽ അവനകത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ളത് സത്യമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരു പാട്ട് പാടി ആരാധിച്ച് അവനെ സൂചിപ്പിച്ചത് കൊണ്ടോ സ്വോത്രം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വരത്തില്ല. അവൻ നമ്മുടെ മാനസാന്തരവും അനുതാപവും നിറഞ്ഞ ഹൃദയത്തിനകത്ത് യഥാർത്ഥമായ എന്താ പറയുക, രക്ഷയ്ക്കുള്ള വിളിച്ചാൽ മാത്രമേ കർത്താവ് വീണ്ടും കയറി വരത്തുള്ളൂ. എനിക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പരസംഗം എന്ന് പറഞ്ഞാൽ എൻഗേജ്മെൻറ്റിനിടയിൽ, വിവാഹത്തിനും എൻഗേജ്മെൻറ്റിനിടയിൽ ആ സ്ത്രീ ഏതെങ്കിലും പുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ അവളുടെ വിവാഹം നടക്കത്തില്ല. ഇത് കാര്യമായ വാക്കാണ് നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ബൈബിളിൽ അടിവരയിട്ട് കുറിച്ചിട്ടത്. ഹല്ലേലൂയ. കർത്താവ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവല്ലാതെ, ദൈവരാജ്യമല്ലാതെ, എൻ്റെ വാക്കുകളൊക്കെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങളെ, ദൈവരാജ്യമല്ലാതെ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ അല്ലാതെ വേറെ ആരെങ്കിലും കയറിയിരുന്നാൽ തീർച്ചയായും നമ്മൾ ഔട്ടാ, വേറെ ഒരു രക്ഷയുമില്ല. പിന്നെ സുഖിപ്പിച്ച് നമ്മളെ നിർത്താൻ നമുക്ക് വേറെ വകുപ്പില്ല. ഇവിടെ ഒരു സുഖിപ്പിക്കുന്ന പരിപാടിയില്ല. യെസ് ഓർ നോ, 2 വാക്കേ ഉള്ളൂ. ഉവ്വ്
ഇല്ലെങ്കിൽ ഇല്ലെന്ന് കറ തീർത്ത കർത്താവ് പഠിപ്പിക്കും നമ്മളെ. അതൊക്കെ മനസ്സാവുന്നു ഞാൻ പറഞ്ഞത്. ഭയപ്പെടുത്തിയതല്ല, ഭയമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം. കാരണം നമ്മൾ ലോകത്തിലാണോ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഉണ്ടെന്ന് അറിയാൻ ഒറ്റ സിമ്പിൾ ടെസ്റ്റ് ഉള്ളൂ ഞാൻ പറഞ്ഞത്. രാവിലെ ഞാൻ ഇടയ്ക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ചെറിയ കുത്തു കുത്തിയാൽ മതി, ടെസ്റ്റ് എടുക്കും. അതൊരു ചെറിയ ടെസ്റ്റ്. എൻ്റെ സ്വയമാണ് എല്ലാത്തിനും മുമ്പേ പൊങ്ങി വരുന്നെങ്കിൽ ഓർത്താൽ മതി എൻ്റെ ഹൃദയത്തിൽ കർത്താവില്ലെന്ന്. മിണ്ടിയില്ല. ഞാനെന്നുള്ളത് എനിക്ക് വേണ്ടി, ഞാൻ എൻ്റേതിന് വേണ്ടി എന്നോട് ചോദിക്കാതെ ചെയ്തോ, ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ അല്ലേ എന്നൊക്കെ പറയുന്നുവെങ്കിൽ എവിടെയോ നമ്മുടെ ഹൃദയത്തിനകത്ത് എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഓർത്താൽ മതി. വീട്ടിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയാ. ആരും, ഞാൻ എന്നെ തന്നെ പരിശോധിക്കുക. ഇപ്പോൾ ഇത് പറയുമ്പോൾ അകത്ത് നല്ലോണം നോക്കിക്കൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അധികാരത്തോട് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല എനിക്ക്. ഇവിടുന്ന് കൈയും കാലും കൂട്ടിയിടിക്കും. അതൊക്കെ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു തന്ന കാര്യം. അതോട് പരസംഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. അത് വ്യഭിചാരം വേറെതാ. വ്യഭിചാരം വിവാഹത്തിന് ശേഷം ഭാര്യ ഏതെങ്കിലും പരപുരുഷൻ്റെ കൂടെ പോയാൽ അവളെ ഉപേക്ഷിക്കാൻ പോലും നമുക്ക് എന്തില്ല, അധികാരമില്ല. അത് ദൈവത്തിൻ്റെ നിയമമാണ്, മാറ്റമില്ലാത്ത നിയമമാണ്. അതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴും പഠിക്കുവാനെക്കുറിച്ച്. അപ്പോൾ പരസംഗം മറന്നു പോകരുത്. ഞാൻ ഈ വാക്ക് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ലോകമെന്ന് പറയുന്ന കള്ളക്കാതൽ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നിങ്ങളുടെ പഴയ കൂട്ടുകാരൻ ഒന്നാം ക്ലാസ് മുതലല്ലേ, നേക്കറിയ സ്കൂൾ മുതൽ കൂടെ കൂടിയതാണ് നമ്മുടെയൊക്കെ. നിങ്ങൾ മാത്രം, എൻ്റെ ഉൾപ്പെടെ അല്ലേ, മനസ്സിലായില്ലേ? നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ടവൻ. പലപ്പോഴും അറിയാതെ അവൻ നമ്മുടെ കൂടെ വന്ന് വിളിക്കുന്നുണ്ട്, മാടി വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് നോക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. ഇംഗ്ലീഷ് ബൈബിളൊക്കെ പഠിച്ച അതേ വാക്ക്, നല്ല വാക്ക്, ഫോർണിക്കേഷൻ മൂലഭാഷ അത് തന്നെ. ഇപ്പോഴത്തെ അഡൾട്ടറി, വ്യഭിചാരം എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് വിട്ടുപോകും, നമുക്ക് ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. സദൃശവാക്യം 2-ാം അധ്യായം 18-ാം വാക്യം പഠിപ്പിക്കുന്നു, അവൾ തൻ്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിൻ്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് 5 അധ്യായം ബൈബിൾ വായിക്കുന്നു പറയാൻ കാരണം, അതിനും കൊടിപിടുത്തോ ഇപ്പോഴും? 3 അധ്യായം പോരെ, 2 അധ്യായം പോരെ, ഞങ്ങൾക്ക് ജോലിയില്ലേ? 24 മണിക്കൂർ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. 24 മണിക്കൂർ ദശാംശവും ചോദിക്കുന്നുണ്ട്. 24 മണിക്കൂർ 2 മിനിറ്റും 2 മണിക്കൂറും 40 മിനിറ്റും പോട്ടെ, 2.5 മണിക്കൂറെങ്കിലും ദൈവം നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഒരു മനസ്സ് വെക്കണ്ടേ? ഒന്നും മിണ്ടിയില്ല അല്ലേ? ദശാംശമെങ്കിലും കൊടുക്കുവാനായിട്ട്. ഓക്കെ, വിട്ടുപോകുക, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്നുമാകട്ടെ, യൗവനകാലത്ത് ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിൻ്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. വായിക്കാൻ പ്രബോധിപ്പിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, വേറെ വഴിയില്ല. നിയമം ഇവിടെ കിടക്കുകയാ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മെസ്സേജ് കിട്ടും, ഇഷ്ടംപോലെ കിട്ടും നമുക്ക്. പക്ഷേ അത് പ്രസംഗിക്കുന്നത് ശരിയാണോ തെറ്റാണെന്ന് അറിയണമെങ്കിൽ സത്യം വചനം നമ്മുടെ അകത്ത് വേണം. ദിവസം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇഷ്ടംപോലെ നമുക്ക് കേൾക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം കേൾക്കാം. അതുകൊണ്ട് റോമർക്ക് ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ വാക്യമുണ്ട്, സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവർ. ആരാ സത്യവാൻ? ആദ്യമായിട്ട് കേട്ട പോലെ ആയിപ്പോയല്ലോ ഇപ്പോൾ. സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവർ. ഇവിടെ എല്ലാവരും സകല മനുഷ്യരെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ പെടുകയാണ്. ഇവിടുത്തെ സെൻട്രൽ പാസ്റ്ററും സ്റ്റേറ്റ് പാസ്റ്ററും ചെയർമാനൊക്കെ ഉൾപ്പെടുകയാണ്. ലോകത്തിലെ എല്ലാ അഭിഷിക്തന്മാരും ഉൾപ്പെടുകയാണ്. സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവൻ. മനസ്സിലാവുന്നുണ്ടോ? നീ ആരാ സത്യം? അടുത്ത വാക്യം എന്താ? ദൈവം മാത്രം, ദൈവവചനം മാത്രം സത്യം. വിശ്വസിക്കുക. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. എന്നെ ദേഷ്യം തോന്നിക്കരുത്. ഭാര്യയും വിശ്വസിക്കരുത്, ഭർത്താവിനെയും വിശ്വസിക്കരുത്, അപ്പനെയും വിശ്വസിക്കരുത്, അമ്മേനെയും വിശ്വസിക്കരുത്. അവിടെ കണ്ണൊക്കെ നോക്കി കുറിച്ച് ആരെയും വിശ്വസിക്കരുത്. പക്ഷേ എല്ലാവരെയും ചങ്ക് കീറി സ്നേഹിച്ചാണ്, എല്ലാവരും ജീവനേക്കാൾ സ്നേഹിച്ചാണ്. പക്ഷേ വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ഈ പ്രപഞ്ചത്തിൽ ഒരുവനേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രം, അവൻ്റെ വചനം മാത്രം. എൻ്റെ വാക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, പക്ഷെ സത്യമാണ്. സകല മനുഷ്യരും ബോഷ്ക്ക് പറയുന്നവർ. വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ ഈ പ്രപഞ്ചത്തിൽ അവൻ മാത്രമേ ഉള്ളൂ. സ്നേഹിക്കാം, ജീവന് തുല്യം സ്നേഹിക്കാം, എല്ലാവരെയും ജീവൻ കൊടുത്ത് സ്നേഹിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്ന പോലെ നിങ്ങളും പ്രാണനെ വെച്ച് കൊടുക്കാം. സത്യമാണ്, സ്നേഹമാണത്. ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാം, സഹോദരന്മാർക്ക് വേണ്ടി, എല്ലാവർക്കും, സഭയ്ക്ക് വേണ്ടിയൊക്കെ കൊടുക്കാം. പക്ഷേ വിശ്വസിക്കാൻ പറഞ്ഞത് പാസ്റ്റർമാരെയും വിശ്വസിക്കേണ്ട,
അല്ലേ? സെൻട്രൽ പാസ്റ്റർമാരെയും വിശ്വസിക്കേണ്ട, ഒരു പാസ്റ്റർമാരെയും വിശ്വസിക്കേണ്ട, സകല മനുഷ്യന്മാരെന്നറിയാമോ? ഞാൻ പറഞ്ഞ ബൈബിളിലെ വാക്യമാണ്, ഉണ്ടെങ്കിൽ വായിച്ചു, ഞാൻ ഇല്ലാത്ത വാക്യം പറഞ്ഞതല്ല, അല്ലേ? സകല മനുഷ്യരും, ഞാൻ പറയും റോമർക്കെതിരെ 3-ാം അധ്യായം 4-ാം വാക്യമാണ്, 4 ബി പാർട്ടാണ് പറയുന്നത്. മതി, സകല മനുഷ്യരും. അതുകൊണ്ട് കയ്യിക്കുന്ന പുസ്തകം തുറക്കാത്തിടത്തോളം കാലം നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. എന്തു പറഞ്ഞാലും, ഇപ്പം ഞാൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞാലും ഇവിടെ പ്രസംഗിക്കുന്ന ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. വിശ്വസിക്കോ? ഒരാൾ പറഞ്ഞില്ലത് പറ. ഞാൻ എൻ്റെ സ്ഥാനത്ത് ഇവിടെ എല്ലാ ശുശ്രൂഷക്കാരെ വിളിക്കുന്നു. ഇവിടെ ആര് പ്രസംഗിച്ചാലും, എത്ര വലിയ അഭിഷിക്തൻ വന്ന് ഇവിടെ പ്രസംഗിച്ചാലും നിങ്ങൾ വിശ്വസിക്കരുത്. പ്രസംഗിച്ചത് ആ പുസ്തകത്തിലുണ്ടെങ്കിൽ ആമേൻ പറയാം. ഞാൻ വീണ്ടും പറയുന്നു, ഇവിടെ പ്രസംഗിക്കുന്ന ആര് പ്രസംഗിച്ചോട്ടെ, എത്ര വലിയ അഭിഷിക്തൻ പ്രസംഗിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിരിക്കുന്ന പുസ്തകത്തിലുണ്ടെങ്കിൽ, അതാണ് പൗലോസ് പറഞ്ഞത്, ആരെങ്കിലും വന്ന് ഞാൻ പ്രസംഗിച്ച് വിരോധമായി ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കണം എന്നാണ് പറഞ്ഞേക്കണത്. അങ്ങനെയല്ലേ വായിച്ചത്? അപ്പം അതുകൊണ്ട് ആര് പ്രസംഗിച്ചാലും വിശ്വസിച്ചേക്കരുത്. നിങ്ങളുടെ കയ്യിൽ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ആമേൻ പറയണം. ആമേൻ പറഞ്ഞാൽ ആ കേട്ടത് നിങ്ങൾ സ്വീകരിച്ചു എന്നർത്ഥം. ആണോ ഇല്ലയോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. അതുകൊണ്ടാ വായിക്കുന്ന പറയും. ഇത് ലാസ്റ്റ് മൊമെന്റാ. ചില നാളുകൾ, ചില ദിവസങ്ങൾ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ. കർത്താവ് വരാൻ സമയമായി. ചില ദിവസങ്ങളെ ഭൂമിയിലുള്ള നമ്മൾ ലോകം വിളിച്ചു പറയുന്നില്ലേ? നമ്മൾ കണക്കൊക്കെ എത്രയോ ആഴമായി പഠിച്ചതാ കണക്കൊക്കെ. കർത്താവ് വരവ് സമീപമായിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വൃതന്മാർ പോലും തെറ്റിപ്പോകുന്ന കാലഘട്ടമാണിത്. തെറ്റിപ്പോകാനിടയുണ്ട്. തെറ്റുന്നത് മുഴുവൻ ഉപദേശത്തിലാ. ആണോ? എൻ്റെ തന്നെ 10-25 വെളിപ്പാട് ദിവസത്തിൻ്റെ വ്യാഖ്യാനം എൻ്റെ ഇത് തന്നെയുണ്ട്. പണ്ടൊന്നും 5 വർഷം മുമ്പ് അതൊന്നും ഒന്നും ഉണ്ടാകില്ല. ഇപ്പം ഇഷ്ടം പോലെ ഇറങ്ങുകയാണ്. ഓക്കെ, വിട്ടുപോകുകയാണ്. അവൾ തൻ്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കിലേക്ക് ചാഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? യൗവനകാന്തനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം എൻ്റെ ഹൃദയം വേറെ എങ്ങോടെങ്കിലും കാമുകനിലേക്ക് മറിഞ്ഞു പോയാൽ, പഴയ കളിക്കൂട്ടുകാരിലേക്ക് മറിഞ്ഞു പോയാൽ, അവളുടെ വീട് എങ്ങോട്ടാ പോകുന്നത്? മരണത്തിലേക്കും. പ്രേതം എവിടെ കിടക്കുന്നത്? പനയുടെ മുകളിൽ അല്ലേ? പനയുടെ മുകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണോ? എവിടെയാ പ്രേതം? പണ്ടൊക്കെ രാത്രി ഉറക്കത്തിൽ അങ്ങനെ പേടിച്ചേക്കരുത്. പ്രേതം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചേക്കരുതിട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളുകളൊക്കെ കിടക്കുന്നത് എവിടെയാ? കർത്താവ് പറഞ്ഞില്ലേ, ന്യായവിധി സമയം വരുമ്പോൾ മരണത്തെയും പാതാളത്തെയും അവനെ പക്കൽ ഏൽപ്പിച്ചു കൊടുക്കും. പാതാളം ഏതാ? പാതാളം അല്ലേ? അവിടെ പാതാളത്തിൽ ആരാ കിടക്കുന്നത്? ദുഷ്ടന്മാരുടെ സോള് സ്പിരിറ്റും. മരണം ഭൂമിയിൽ നിന്ന് മരണം എന്താ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? മനുഷ്യന് ബാക്കി 2 കൂടിയില്ലേ? നമ്മുടെ ബോഡി. പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇത്ര ഇഷ്ടം ഇതുപോലെ മുറിച്ച് പഠിച്ചത് വേറെ ഉണ്ടാവത്തില്ല. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. മരണവും പാതാളത്തെയും വീണ്ടും തീപ്പൊയ്യ തള്ളിയിടുന്നു. പാതാളത്തിൽ ദുഷ്ടന്മാരുടെ സോള് സ്പിരിറ്റും പാതാളത്തിൽ കിടക്കുകയാണ്. മരണം കൂടി ഏൽപ്പിച്ചു കൊടുക്കുക, എൻ്റെ ബോഡിയും കൂടി ഏൽപ്പിച്ചു കൊടുക്കുക. 3 കൂടി നരകത്തിലേക്ക് തള്ളിവിടുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം അതുകൊണ്ട് അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ എങ്ങോട്ടാ? പ്രേതന്മാരുടെ അടുക്കലേക്കും ചാഞ്ഞിരിക്കുന്നു. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തരും മടങ്ങി വരുന്നില്ല, ജീവന്റെ പാതയെ പ്രാപിക്കുന്നതുമില്ല. എന്തുകൊണ്ടെന്നറിയാമോ? യൗവനകാന്തനെ ഉപേക്ഷിച്ച് തൻ്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. ആര്? അവൾ. ഇത്രയും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു തന്നത്? ആവർത്തന പുസ്തകം 22-ാം അധ്യായം 23, 24 വാക്യം പഠിക്കുമ്പോൾ, ഒരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നു കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം, അല്ലേ? ഇങ്ങനെ ഇസ്രായേലിലെ ദോഷം നീക്കിക്കളയണം. അടുത്തത്, വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടി ശയിച്ചാൽ, ഇനി 2 കാര്യങ്ങൾ. യുവതി പട്ടണത്തിലായിരുന്നിട്ടും നിലവിളിക്കായ കൊണ്ട് പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരായ്മ വരുത്തിയത് കൊണ്ട് നിങ്ങൾ അവരെ ഇരുവരെയും പട്ടണമാറ്റിച്ച് കൊന്നുകളയണം. മനസ്സിലാവുന്നുണ്ടോ? നോക്കിയേ, ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി റോട്ടിൽ കൂടി പോയപ്പോൾ ഒരുത്തൻ കയറി പിടിച്ചു, അവളോട് ശയിച്ചു. അവൾ കരഞ്ഞില്ല, അവളാ ഇഷ്ടപ്പെട്ടു, അവളും ശയിച്ചു. 2നെയും കൊന്നുകളയാ കർത്താവ് പറയുന്നത്. എന്നാൽ അടുത്ത വാക്യം പറയാ,
എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുത്തൻ വയലിൽ വെച്ച് കണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചാൽ പുരുഷൻ മാത്രം മരണശിക്ഷ അനുഭവിക്കണം, യുവതിയോടോ ഒന്നും ചെയ്യരുത്, അവൾക്ക് മരണയോഗ്യമായ പാവമില്ല. ഈ നിയമമൊക്കെ വ്യാഖ്യാനിക്കേണ്ട ഒരാവശ്യമില്ലല്ലോ ഇവിടേക്ക്, അല്ലേ? ഒരാവശ്യം വ്യാഖ്യാനത്തിന് ആവശ്യമില്ല. കാരണം അബദ്ധവശാൽ നമ്മുടെ ഹൃദയത്തിൽ ഈ പറഞ്ഞ പോലെ പിശാചിനാൽ ചതിക്കപ്പെട്ട് ലോകം അകത്തു കയറിയാലും, പക്ഷെ ഒന്ന് നിങ്ങൾ അറിയണം, നമ്മൾ ഒരു കൃപയുടെ സമയം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടല്ലേ ഇന്ന് ഇവിടെ നിൽക്കുന്നത്? പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ? പാവമില്ലാത്തത് കൊണ്ടാണോ? അല്ല. അത് വീഴുമ്പോൾ തന്നെ, പാവം വരുമ്പോൾ തന്നെ കൃപാസനത്തിലേക്ക് ഓടുകയാണ്. ഇനി ചെയ്തു പോയാലോ? യോഹന്നാൻ 1:7 പറയുന്നു, അല്ലേ? എന്താ പറയുന്നത്? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ. ഇതൊക്കെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന കൃപകളാണ്, വഴികളാണ്. ഇതൊക്കെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു വാക്കില്ലേ, ഇബ്രാഹിം ഒരു വാക്ക് പറയുന്നില്ലേ, നിങ്ങൾ ഇത്ര വലിയ വേഗത്തിൽ, ഒരു വാക്കുകൾ ഇബ്രാഹിം 2-3-4 അധ്യായങ്ങളൊക്കെ ആ വാക്കുകളാണ് പഠിപ്പിക്കുന്നത്. രക്ഷയെ തിരസ്കരിച്ച് കളയരുത്, അല്ലേ? ഇത്ര വാക്കുകൾ അവിടെ ഇബ്രാഹിം കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇതുപോലെ നിയമങ്ങളൊക്കെ ദൈവം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. വീണു പോയാലും എഴുന്നേൽക്കാനും വീണ്ടും അതിലേക്ക് പോകാതിരിപ്പാനും വീണ്ടും നമ്മുടെ കർത്താവിനെ ഹൃദയത്തെ സ്ഥാപിച്ച് അവനോട് മാത്രം പ്രണയമായി തീരാൻ വേണ്ടിയാണ്. എബ്രായനെ 4:12 പറയുന്നു, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക, അല്ലേ? അവരെപ്പോലും നാമം എന്ത് കേട്ടതാ? സുവിശേഷം കേട്ടതാണ്. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല, അത് ഉപകാരമായി വന്നില്ല. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് പിന്നീട് അതിനെക്കുറിച്ച് അല്പമായി രക്ഷയെക്കുറിച്ച് പിന്നീട് പഠിക്കുമ്പോൾ മനസ്സിലായിക്കോളും. വിശ്വാസം നമ്മളൊക്കെ കർത്താവേ ഞാൻ പാപിയാണ്, നീൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ വന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ച്, പണ്ട് ഇല്ല ഇപ്പോഴല്ല, പണ്ട് വിശ്വസിച്ചല്ലേ? വിശ്വസിച്ചത് ദൈവം നമുക്ക് ദാനമായി തന്ന വിശ്വാസം കൊണ്ടാണ്. ഇന്ന് അനേകരും ലോകത്തിൽ നിന്ന് ഒരു ദുരുപദേശം ഇഷ്ടം പോലെയുണ്ട്. ദൈവം കൃപ നൽകുന്നു, നമ്മൾ ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പണ്ടേ നമ്മൾ ഇറങ്ങിപ്പോയേനെ. വിശ്വാസം എൻ്റെ ആയിരുന്നെങ്കിൽ ലോകം എന്നെ വശീകരിച്ചാൽ ആ വിശ്വാസം വിട്ട് ഞാൻ അതിന് പുറകെ പോയേനെ. ഇന്ന് ഞാൻ പോകാതിരിക്കുന്നത് പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, അവൻ തന്ന വിശ്വാസമായതുകൊണ്ടാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അവൻ എന്നെ ഏൽപ്പിച്ച ഉപനിധിയാണ്. അപ്പോസ്തലന്മാരുടെ വിശ്വാസമാണ്, വിലയേറിയ വിശ്വാസമാണ്. പിന്നെ ഏത് വിശ്വാസം? ഓർമ്മയുണ്ടല്ലോ, 3 വിശ്വാസം ഉണ്ടല്ലോ. അപ്പോസ്തലന്മാരുടെ വിശ്വാസം, വിലയേറിയ വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഒരായുസ് മുഴുവനും ദൈവം നമ്മെ പരിശോധിക്കും. എൻ്റെ വാക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസം അവൻ ഫ്രീ ആയിട്ട് നൽകിയതാ. ഈ തന്ന വിശ്വാസം ഒരായുസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കൺമോഹം, ജഡമോഹം, ജീവിതത്തിലെ പ്രതാപം ഒക്കെ വരുമ്പോഴും ലഭിച്ച രക്ഷയ്ക്ക് വേണ്ടി ആ വിശ്വാസം മരണം വരെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ് നിത്യരക്ഷ. അല്ലാത്തവരെല്ലാം ഈ താഴ്വരയിൽ തന്നെ കിടക്കും. ലോകമെന്ന് പറയുന്ന താഴ്വരയിൽ അവൻ്റെ അപ്പനോട് കൂടെ തന്നെ, ഇവിടത്തെ സാത്താൻ്റെ അല്ലെങ്കിൽ ലോകം ഭരിക്കുന്ന ലോകത്തിലെ അധിപതിയായ പിശാചിനോട് കൂടെ ഇവിടെ തന്നെ കാണും. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? രക്ഷയെക്കുറിച്ച് ആഴമായി നമ്മൾ പഠിക്കും, രക്ഷയെക്കുറിച്ച്. കാരണം ഇന്ന് ലോകത്തിൽ കേൾക്കുന്നത് നല്ലൊരു ശതമാനവും രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, നമ്മൾ ഫിനിഷ് എന്ന് പറയുക പഠിപ്പിക്കുക. അങ്ങനെയല്ല, രക്ഷിക്കപ്പെട്ടത് ആത്മാവ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ആ സോളിനെ ആ ജയിലറയിൽ നിന്ന് പിടിച്ചെടുക്കുക. എവിടെ സോൾ കിടക്കുന്നത്? നമ്മുടെ സോൾ ഇവിടെ കിടക്കുന്നത്, അത് പറയാൻ കാര്യം. എവിടെയാണ് കിടക്കുന്നത്? ജയിലിൽ. എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. എവിടെ നിന്നാ? ജയിലിൽ നിന്ന്. പണ്ട് പഠിച്ചതൊക്കെ ഓക്കെ, എന്ത് വാകട്ടെ, വിട്ടുപോകുന്നു. അപ്പോൾ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം, ഇല്ലേ? കർത്താവ് നമ്മളെ വിളിച്ചു, അവൻ നമ്മളെ കൊണ്ടുപോയിക്കോളും എന്നുള്ള മഠയൻ ചിന്താഗതി മാറ്റിവെച്ചേ മതിയാകും. കാരണം ദൈവം നമ്മുടെ അകത്ത് നമ്മുടെ ഈ വിൽ പവറിൽ, ഇച്ഛാശക്തിയിൽ കയറി കർത്താവ് പ്രവർത്തിക്കത്തില്ല. അന്നും ഇന്നും എന്നും നമ്മുടെ തീരുമാനം എൻ്റെ തീരുമാനമാണ്. ഇതാ കർത്താവ് എന്ന് ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവ് ഒരിക്കലും നമ്മളിലൂടെ പ്രവർത്തിക്കത്തില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാത്തിടത്തോളം കാലം ദൈവം ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. സാത്താൻ അങ്ങനെയല്ല, എപ്പോഴും ഇടിച്ച് പൊളിച്ച് അകത്തേക്ക് കയറി വരും. പണ്ട് ഞങ്ങൾക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, വാതിന്മേൽ ഒന്നും മുട്ടത്തില്ല, ഓടി കതച്ച് വീടിനകത്ത് ബെഡ്റൂമൊക്കെ തുറന്ന് വന്ന് കളഞ്ഞു.
വെറുതെ പറയാൻ പറ്റുമോ? പറഞ്ഞു പോയാൽ പിന്നെ വിശ്വാസത്തിൽ നിന്ന് പോയാലോ? സഹിക്കാനല്ലേ വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ നമ്മളതിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുട്ടിയിട്ട് കയറുക. ഹലോ, അറ്റ്ലീസ്റ്റ് ഒരു പാട്ടും പാടിക്കൊണ്ട് പോവുക. അല്ല, ആ പാട്ട് പാടി സമയാവരത്തിൽ പാട്ട് പാടിയാലും കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു പാട്ട് പാടിക്കൊണ്ട് പോവുക, മൂളിപ്പാട്ടെങ്കിലും പാടുക. കാരണം വേറെ ഒന്നും കൊണ്ടില്ല. ചിലതൊക്കെ ഡിസ്റ്റർബൻസ് അല്ലേ, ആരെയും നമ്മളൊരിക്കലും അതിപ്പോൾ ചൂടൊക്കെയുള്ള കാലഘട്ടപ്പാ. മനസ്സിലായ സ്തോത്രം. ഓക്കെ, അപ്പം അതുകൊണ്ട് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമുക്കൊരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. സ്വസ്ഥത ഇപ്പോൾ ഓൾറെഡി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ലഭിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലാണ് നമ്മുടെ ശബ്ദത്തൊക്കെ പൂർണ്ണമായിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആ സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണല്ലോ എന്നോട് പ്രൈസിലോട് പറഞ്ഞില്ല, എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല, പാസ്റ്റർ എന്നെ കണ്ടിട്ട് മുഖം മാറ്റിക്കളഞ്ഞു, ബേബി ബ്രദർ ഇന്ന് കറി വിളമ്പിയപ്പോൾ എനിക്ക് മാത്രം ചെറിയ കഷ്ണം, ബാക്കി അപ്പുറത്തിരിക്കുന്ന ബ്രദറിന് വലിയ കഷ്ണം കൊടുത്തു. എന്തൊക്കെ പരിഭവങ്ങളാണ്, വഴക്കാണെന്നറിയാം. എനിക്ക് ദൈവത്തിനറിയാം, ഒരു രക്ഷയുമില്ല ഇവിടെ. കാരണം എന്താണെന്നറിയാമോ? സോൾ, ജഡം, ദേഹിയാണ് പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ പണിയാൻ കഴിയത്തുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ വചനം മാത്രം എന്ന് പറഞ്ഞാൽ ദൈവം രാജാവായി എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പണിയപ്പെടത്തില്ല. ഞാൻ വെറും തനി ജഡം, വെറും ജഡം. എവിടെ പോയാലും ജഡം. അതാ നാട്ടിച്ചിരിക്കും. സ്തോത്രം. അതുകൊണ്ട് നാം ആ സദ്വർത്താനം സുവിശേഷം കേട്ടവരാണ് എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കണം. ഓരോ പരിശോധന വേളയിലും നമ്മുടെ വിശ്വാസം പരിശോധിക്കുക അല്ലേ. നമ്മൾ വിചാരിക്കും ഞാനങ്ങനെ കർത്താവിനെ വിശ്വസിച്ചിരിക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഒരു പ്രഷർ വരട്ടെ, ഒരു പ്രഷർ അല്ലേ. കുക്കറിലകത്ത് തീയും കൂട്ടി വെച്ചകത്ത് വെള്ളം വെച്ചിട്ട് കുറച്ച് സമയം കാത്തിരിക്കുമ്പോൾ അകത്ത് ചൂട് വന്നാൽ ഇടക്കിടക്ക് വീട്ടിൽ പ്രഷർ കുക്കറിന് സ്റ്റീം പൊങ്ങാറില്ലേ നിങ്ങളുടെ വീട്ടിലേക്ക്? അല്ല, നമ്മുടെ ഈ പ്രഷർ കുക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ പ്രഷർ കുക്കർ ഇല്ലേ, മിക്കപ്പോഴും പൊങ്ങാറുണ്ട്. കാരണം അകത്ത് ആ പ്രഷർ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, രണ്ടു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ദേമാസിനെ കുറിച്ച് പഠിക്കാം. നമുക്ക് കൊലോസ്യർ 4 2 തിമോഥെയോസ് 4:10 വായിച്ച് 2 തിമോഥെയോസ് 4:10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടിട്ട് ചൈനയിൽ പോയി സാധനം മേടിച്ചെന്നല്ല എഴുതി വെച്ചല്ലേ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രേസ്മേസ്, ഗലാത്യയ്ക്കും തീത്തോസ്, അതിങ്ങ് ബാക്കി വായിച്ചാൽ മതി. അതിങ്ങ് വായിച്ചാൽ മതി. എന്നെക്കൊണ്ട് കൂട്ടിയൊന്നും കൂടത്തില്ല വാക്കൊന്നും. എന്തു ആകട്ടെ, നോക്കി ദേമാസിനെ കുറിച്ച് പറയാം. കർത്താവിൻ്റെ ശിഷ്യനായിരുന്നു ദേമാസ്. തൊട്ട് മോളിൽ കൊലോസ്യർ 4:14 വൈദ്യനായ പ്രിയ ലൂക്കോസും ദേമാസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ആരായി പുള്ളിക്കാരൻ? വന്ദനം ചെയ്യാൻ തക്കവണ്ണം സഭയിലെ മൂപ്പന്മാരിൽ ഒരുവനായിരുന്നു. മൂപ്പൻ എന്ന് പറഞ്ഞാൽ അല്ലേ വലിയ ആള്, സഭയിലെ വലിയ ആളാ. ആരൊക്കെയാ? വൈദ്യനായ പ്രിയ ലൂക്കോസ് ആരാന്നറിയാലോ, സുവിശേഷം എഴുതിയ പുള്ളിക്കാരൻ. അടുത്തതാരാ? ദേമാസും നിങ്ങൾ എന്ത് ചെയ്യുന്നു? വന്ദനം ചൊല്ലുകയാ. അപ്പൊ സഭയെ നിയന്ത്രിക്കുന്ന സഭയിലെ വലിയ ആൾക്കാരെ ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ, രക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഫേസസ് സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലൊക്കെ പഠിപ്പിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് നിന്റെ ആദ്യ സ്നേഹം വിട്ടുകഴിഞ്ഞു. എന്നാൽ 30 വർഷങ്ങൾക്ക് മുമ്പേ അവിടേക്ക് എഫേസസ് സഭയ്ക്ക് വേണ്ടി പൗലോസ് എഴുതുമ്പോൾ അവരുടെ സ്നേഹം എത്രമാത്രം വലിയ സ്നേഹമാണെന്നറിയാമോ അല്ലേ? സ്നേഹത്തിൻ്റെ വാക്കുകളെ അവിടെയുള്ളൂ. പക്ഷേ 30 വർഷം എഫേസസ് സഭയെ പിന്നെ കാണുന്നില്ല. 30 വർഷം കഴിഞ്ഞ് പിന്നെ ആ സഭയെക്കുറിച്ച് കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. നിങ്ങൾ വീട്ടിൽ പോയി പഠിക്കുമ്പോൾ ആകെ 30 വർഷത്തെ ചരിത്രമേ നിങ്ങളുടെ പുസ്തകത്തിലുള്ള അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകത്തിലുള്ളൂ. നിങ്ങൾ കുറിച്ചിട്ടോ? നിങ്ങളുടെ കയ്യിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകമില്ലേ? ആ പുസ്തകത്തിൽ സഭയുടെ ചരിത്രം 30 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. ബാക്കി സഭയുടെ ചരിത്രം അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ പഠിക്കണം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുള്ളൂ നിങ്ങൾക്ക് പഠിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞ, അല്ലാതെ എല്ലാവർക്കും വേണ്ടിയില്ല, പഠിക്കുന്നവർക്ക് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? വെറും 30 വർഷത്തെ ഹിസ്റ്ററിയെ അപ്പോസ്തല പ്രവൃത്തിയിലുള്ളൂ. ബാക്കി സഭയുടെ ഇന്നുള്ള എത്ര വർഷമായി? 1900 വർഷമായില്ലേ? ഇത്രയും വർഷത്തെ ഹിസ്റ്ററി അറിയണമെങ്കിൽ 7 സഭയോട് പറഞ്ഞ ദൂത് പഠിക്കണം.
ഒന്നാമത്തെ സഭ എഫെസസ് സഭയോട് പറയുക, നിന്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ എന്തായിരുന്നു? എന്ത് സുന്ദര സഭയായിരുന്നു അല്ലേ? പ്രയർ വാക്ക്, പ്രയർ റൈഡ്, എന്തൊക്കെയാ, ഉപവാസം, 7 days കൺവെൻഷൻ, റിട്രീറ്റ് അല്ലേ, എന്തൊക്കെയാണെന്നറിയാമോ? അന്യഭാഷ പ്രാർത്ഥന, ഒരു 2 മണിക്കൂറൊക്കെ അന്യഭാഷ മാത്രം പ്രാർത്ഥന, എല്ലാമുള്ള സഭ. പക്ഷേ 30 വർഷം കഴിഞ്ഞപ്പോഴല്ലോ കർത്താവ് പറയാം, നിന്റെ വിളക്ക് ഞാൻ മാറ്റിക്കളയുമെന്നാണ് പറയുന്നത്. നിലവിളക്ക് അത്രമാത്രം തരം താന്നുപോയി. എന്നാൽ വേറൊരു പാവം, വ്യഭിചാരം ചെയ്തിട്ടില്ല, കൊല ചെയ്തിട്ടില്ല അല്ലേ, അന്യൻ്റെ മുതലാഗ്രഹിച്ചിട്ടില്ല, എന്തൊക്കെയാ പറ, എല്ലാം ഉണ്ട്, എല്ലാം ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു വ്യഭിചാരം ചെയ്തിട്ട്, കൊലയും ഒന്നുമില്ലാത്ത സഭ. പക്ഷേ കർത്താവ് പറയാം, നിന്റെ വിളക്കേ മാറ്റിക്കളയുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒറ്റ ചെറിയ തെറ്റ്, ഒന്നാമത്തെ കൽപ്പന ലംഘനം. ഡെലിവറൻസ് ക്ലാസ്സിൽ വരുന്നവർക്കറിയാൻ കഴിയും അതെന്താണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ വൈദ്യനായ ലൂക്കോസും ദേമാസൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ദേമാസൊക്കെ സഭയെ വന്ദനം ചെയ്യാൻ തക്കവണ്ണമുള്ള മൂപ്പൻ്റെ ലെവലിലുള്ള ആൾക്കാരായിരുന്നു. ഫിലമോൻ്റെ പുസ്തകം ഒരതേ ഉള്ളൂ, അതിന് 24ാമത്തെ വാക്യം അല്ലേ, അവിടെ എഴുതി വെച്ചിരിക്കുക, എൻ്റെ കൂട്ടുവേലക്കാരനായ മാർക്കോസും, ആ പേരും, പിന്നെ അടുത്ത പേര് ദേമാസും. ആരൊക്കെയാ? ഒന്ന് എൻ്റെ കൂട്ടുവേലക്കാരനായ മാർക്കോസ്, പിന്നെ നിങ്ങൾ വായിച്ചാൽ മതി ആ സാധനവും. പിന്നെ അടുത്തത് ദേമാസും ലൂക്കോസും നിങ്ങൾക്ക് വന്ദനം ചെല്ലുന്നു. ഈ ഷുഗർ കൂടുന്നോണ്ട് നാക്ക് വളയാത്തോണ്ടാട്ടോ പേടിക്കുന്നത്. എന്തുമാകട്ടെ, ഈ പറഞ്ഞ പോലെ എല്ലാവരും വന്ദനം ചൊല്ലുന്ന തക്കവണ്ണമുള്ള ഒരു സഭ, പഴയ കൂട്ടായ്മയായിരുന്നു, അടിപൊളി കൂട്ടായ്മ. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ തിമോഥെയോസിനോട് ലേഖനം എഴുതുമ്പോൾ തിമോഥെയോസിന് 2-ാം അധ്യായം 4:10 പറയുക, ആരാ? ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു തെസ്സലോനിക്കയിൽ പോയി. പൗലോസ് എഴുതി വെച്ചിരിക്കുക. ശരിയാണോ ഞാൻ പറഞ്ഞു വന്നത് അല്ലേ? ലൂക്കോസും ദേമാസൊക്കെ വന്ദനം ചെയ്തു. മാർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസൊക്കെ വന്ദനം ചെയ്തു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എവിടെയോ വഴിയാത്രയിൽ അറിയാതെ ഹൃദയം കാമുകനിലേക്ക് പകരപ്പെടാൻ തുടങ്ങി. ലോകത്തിലേക്ക് ഒരു കാലം അറിയാതെ മാറ്റപ്പെട്ടു പോയി. സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, നമ്മൾ വീഴുന്ന വീഴ്ച ആർക്കും അറിയാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും ഓർപ്പിക്കാം നിങ്ങളോട്, നല്ലവണ്ണം പറയുക, അനുഭവിച്ചും അനുഭവങ്ങളുടെ 100 കണക്കിന് ആൾക്കാരെയും ലോകത്തിൽ അറിയപ്പെടുന്ന ദൈവാസന്മാരുടെ വീഴ്ചകളും കാഴ്ചകളും അവരുടെയൊക്കെ ഹിസ്റ്ററിയും അറിവോട് തന്നെ പറയുക. എൻ്റെയൊക്കെ ഇപ്പോൾ മരിച്ച മുട്ടം ഗീവർഗീസിന് മുമ്പ് ആയിരുന്ന ഒരു സാമ്പ്രദനുണ്ടായിരുന്നു നമ്മുടെയൊക്കെ. എൻ്റെയൊക്കെ പുള്ളി മരിച്ച ശേഷമാണ് പുള്ളി എൻ്റെ കൈമാറ്റം ഈ അപ്പച്ചനെ കൈമാറിയത്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ പിതാവ് ഉണ്ടായിരുന്നു, മറ്റേ പട്ടാളത്തിലെ ഏറ്റവും വലിയ ആളായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഒരു വെള്ളയും മാത്രം എടുക്കത്തുള്ളൂ, ആ പുള്ളിയുടെ പേര് മരിച്ചുപോയി. പുള്ളിയൊക്കെ അറിയാമാർക്കെങ്കിലും? ഒരു വെള്ളയും മാത്രം എടുക്കുന്ന പട്ടാളത്തിൽ ഏറ്റവും വലിയ ആളായിരുന്നു. നമ്മുടെ പി ജി വർഗീസിനെ ആ റേഞ്ചുള്ള അത്രയും അതേ ജോലിയൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. മറന്നുപോയി. അദ്ദേഹത്തിൻ്റെയൊക്കെ അവരെ ഹിസ്റ്ററിയൊക്കെ അന്ന് കാണാനും പഠിക്കാനൊക്കെ ഒരുപാട് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ അന്നൊക്കെ കൂടെ നടക്കുമ്പോഴൊക്കെ ഒരിക്കലും ഇങ്ങനെ പറയാനുണ്ടായി. അദ്ദേഹത്തിന് കൗൺസിലിൽ വന്നതാണ്. ചെറുപ്പക്കാർ പിള്ളേരിന്ന് ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഷട്ടൂരി ഇങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർ മറിഞ്ഞം കെട്ടി വീഴുന്നു, ചിരിക്കുന്നു, ബോധം കെടുത്തുന്നു, എന്തൊക്കെ പരിപാടിയാണ്. കൈയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ആൾക്കാർ മറിഞ്ഞു വീഴുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ അറിയാതെ ഒരപ്പച്ചന് അകത്ത് എന്ത് കൂടി ഒരു ആഗ്രഹം തോന്നി. എന്താഗ്രഹം എന്നറിയാമോ? എനിക്കും കൈ വെക്കുമ്പോൾ ഒന്ന് ചെറുപ്പക്കാർ പിള്ളേരിങ്ങനെ കാണിക്കുമ്പോൾ ആൾക്കാർ മറിഞ്ഞ് പുറകോട്ട് വീഴുന്നു. ഇവിടെ പഠിച്ചിട്ടുണ്ട്, എന്താണെന്ന് ഇവിടെ പഠിച്ചിട്ടുണ്ട് നമ്മളല്ലേ. പുറകോട്ട് വീഴുന്നു. ചിരിപ്പിക്കുന്ന ആത്മാവ്, മറ്റൊരു ആത്മാവ്, ചിരിപ്പിക്കുന്ന ആത്മാവ്. ഇതൊക്കെ എവിടെ നിന്ന് വന്ന് നമുക്ക് നല്ലോണം അറിയാം. എവിടെ നിന്ന് വന്നൊക്കെ എല്ലാം നമുക്കറിയാം. ഏത് സ്പിരിറ്റാണെന്നും ഇത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ നല്ലോണം അറിയാം നമുക്ക്. അങ്ങനെ ചിരിപ്പിക്കുന്ന കാണുമ്പോഴൊക്കെ ഈ അപ്പച്ചന് അറിയാതൊരു മോഹം വന്നുകൂടി. 40 ദിവസം ഉപവസിച്ച് പുള്ളിക്കാരൻ. നല്ല അപ്പച്ചന, വെളിപ്പാട് മാത്രം, നിത്യതയ്ക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന. പക്ഷേ ചെറുപ്പക്കാരുടെ ഈ ലോകത്തിൽ ഈ ആൾക്കാർ കാണിക്കുന്നത് കണ്ടപ്പോൾ അറിയാതൊരു മോഹം കയറി വന്നു. 40 ദിവസം ഉപവാസത്തിനിടയിൽ ഉപവാസം കഴിഞ്ഞ് പുള്ളി പുറത്തേക്ക് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ പുള്ളി പോയി നിന്നാൽ മതി, ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി. പുള്ളിക്ക് സന്തോഷമായി. ദൈവമേ സ്തോത്രം. പുള്ളി അവസാനം തൂവാല തുറക്കാൻ വേണ്ടി എടുത്താൽ, പക്ഷേ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ മറിഞ്ഞു വീഴുന്നു. പുള്ളി പറഞ്ഞ് രസം, സന്തോഷം, നല്ല പരിപാടിയാണല്ലോ, സന്തോഷം. പുള്ളി പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സായി, കാരണം നല്ല വിശുദ്ധനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് മനസ്സായി, എനിക്ക് എവിടെയും മിസ്റ്റേക്ക് പറ്റി. പുള്ളി അറിഞ്ഞില്ല ഇത്.
പുള്ളിക്ക് മനസ്സായുള്ളത്. അങ്ങനെയാണ് ഈ നമ്മുടെ അപ്പച്ചൻ്റെ അടുക്കൽ പുള്ളി വന്നത്. പാസ്റ്ററെ, പുള്ളി ആത്മീയപിതാവായിരുന്നു പുള്ളി. എനിക്കൊരു എന്തോ ഒരു മിസ്റ്റേക്ക് എൻ്റെ ജീവിതത്തിൽ കാണുന്നു. പുള്ളിക്ക് ഇതൊന്നും അറിയത്തില്ല. പുള്ളി പറയുക, ഞാൻ പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, ഇപ്പോൾ ഞാൻ കൈവെക്കുമ്പോൾ ആൾക്കാർ മറിഞ്ഞും കെട്ടി വീഴുന്നു, അറിയാതെ ദൂതുകൾ വരുന്നു, മാങ്ങാക്കൊല തേങ്ങാക്കൊല മുന്തിരിക്കൊലയെ കാണും എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയാൽ വല്ലാത്തൊരു സാധനം സംഭവിക്കുന്നു. എനിക്ക് ആദ്യമൊക്കെ നല്ല സന്തോഷമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കകത്ത് എൻ്റെ ആത്മാവിലൊരു ഞെരുക്കം സംഭവിക്കുന്നു. എന്നെ ഒന്ന് പരിശോധിക്കുക പാസ്റ്റർ എന്ന് പറഞ്ഞ് അപ്പച്ചനെ ഏൽപ്പിച്ചു കൊടുത്തു. രാത്രി ഒത്തുവരുന്ന് പ്രാർത്ഥിച്ചു. ഒന്നുമില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും അറിയാൻ കഴിയും. വെളുപ്പാങ്കാലമായപ്പോഴാണ് ഞാനൊരു ഉപവസിച്ചപ്പോൾ എൻ്റെ അകത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വെളുപ്പാങ്കാലമായപ്പോഴാണ് ആ ഭൂതം വെളിപ്പെട്ട് വന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? ഒന്നും വേണ്ടിയില്ല. നിങ്ങൾ വെളുപ്പാങ്കാലമായപ്പോഴാണ് അത് വെളിപ്പെട്ട് കിട്ടിയത്. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, ജീവിതത്തിൽ അറിയാതെ മോഹം കയറി വീണു. കാണിക്കുന്ന കണ്ട് മോഹം കയറി വീതാ. പക്ഷെ മോഹം അതിനിടയിൽ കൂടി, ഉപവാസത്തിനിടയിൽ കൂടി ഞെരുങ്ങി അവനകത്തേക്ക് കയറി. ഒട്ടനവധി സമയമെടുക്കേണ്ടി വന്നു ആ അപ്പച്ചന് അതിന് റിക്കവർ ചെയ്ത് വരാനായിട്ട്. എത്രയൊക്കെ മനസ്സാവുന്നുണ്ട്? ഞാൻ ഇതുപോലെ അറിയാതെ ചരിത്രങ്ങൾ പറയാൻ ഒരുപാടുണ്ട്. വീഴ്ചയും താഴ്ചയും കണ്ടതാ. അത് വരാതിരിക്കാൻ വേണ്ടിയാ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ലോകമെന്ന് പറയുന്ന കള്ളക്കാമുകൻ ഈ ദേമാസ് ഈ ലോകത്തെ സ്നേഹിക്കണം. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ ഒന്നാമത്തെ കൽപ്പന മാത്രം മറന്നു പോകരുത്. എന്താ ഒന്നാമത്തെ കൽപ്പന? എന്താ? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടുകൂടി അവനെ ദൈവത്തെ സ്നേഹിക്കുന്നതുള്ള കൽപ്പന. അതിലെന്തെങ്കിലും അല്പം കുറവ് സംഭവിച്ചാൽ ദൈവം ഒരിക്കലും പ്രസാദിക്കത്തില്ല. ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കുന്നവർക്കായി സ്തോത്രം അതിനെക്കുറിച്ച്. കാരണം ഒന്നാമത്തെ കൽപ്പനയും രണ്ടാമത്തെ കൽപ്പനയും തുല്യ വെയിറ്റാ. ഞാൻ ഇടയ്ക്ക് പറയും, ദൈവത്തിനേക്കാൾ അല്പം കൂടി വെയിറ്റ് കൂടിയത് ഇതിനാ. കാരണം ദൈവത്തോട് 4 കൽപ്പന മാത്രമേ ഉള്ളൂ. ദൈവത്തെ അല്ലേ, അത് വിഗ്രഹം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ 4 കാര്യമുള്ളൂ. ബാക്കി 10 കൽപ്പനയും ബാക്കി 6 കൽപ്പനയും സഹോദരന്മാർ തമ്മിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അല്പം കൂട്ടി പറയുന്നത് ദൈവത്തെ കൊച്ചാക്കിയതല്ല, കൂട്ടി പറഞ്ഞത് കാണാത്ത സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരിക്കലും കാണാത്ത ദൈവത്തെ. അപ്പോൾ തുല്യ വെയിറ്റാ, രണ്ടിനും തുല്യ വെയിറ്റാ ഉള്ളത്. ഒന്നാമത്തെ കൽപ്പന ലംഘനമാണ്. ഇന്ന് അനേക വിശ്വാസികളും കിടക്കാനുള്ള കാരണം, എല്ലാവരും നല്ല ആൾക്കാരാണ്, വ്യഭിചാരം ചെയ്യുന്നില്ല, കൊല ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ദേമാസ് ലോകത്തെ സ്നേഹിച്ചു പോയി. ആദം ചെയ്ത തെറ്റെന്നാണെന്നറിയാമോ നിങ്ങൾക്ക്? ആദം ചെയ്ത തെറ്റ് എന്തുകൊണ്ട് ഈ ഭൂമി ശപിക്കപ്പെട്ടു പോയി? ഭൂമി എന്തുകൊണ്ട് ശപിക്കപ്പെട്ടു പോയി? ദൈവത്തോടുകൂടി ജീവിച്ചവൻ, ദൈവത്തിന് മനസ്സറിയാവുന്നവൻ, എല്ലാ മൃഗങ്ങൾക്കും, എല്ലാ പാറ്റയും പൂച്ചയും കോഴിയും താറാവിനും മനോഹരമായി പേരിട്ടവൻ, ദൈവത്തിന് ജ്ഞാനമുണ്ടായിരുന്നവൻ, അല്ലേ, ദൈവത്തിന് മനസ്സറിയാവുന്നവൻ ആദം. എന്തുകൊണ്ട് ആദം തെറ്റിപ്പോയി? 3:17 പറയുന്നു, നീ ദൈവത്തെക്കാളേറെ നീ ഭാര്യയെ സ്നേഹിച്ചു. വാക്കിക്ക് ഇതൊക്കെ വെറും വാക്കല്ല. ഫാമിലി സെമിനാർ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇത് തന്നെ എവിടെ ലോകത്തെ സ്നേഹിച്ച് പോകുകയാ, അറിയാതെ പോകുകയാ. എല്ലാവരും എന്നെ തുറിച്ച് നോക്കുന്നല്ലോ. ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ, പറയില്ല, പേടിക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. ഈ ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിൽ പോയി. പക്ഷേ നമുക്ക് പിന്നീട് കാണാൻ കഴിയും, ഹിസ്റ്ററിയൊക്കെ പഠിച്ചാൽ പിന്നെ അഡ്രസ്സ് പോലുമില്ല. കാരണം ലോകത്തിന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, വീട്ടിൽ ഈച്ചനെ ഓടിച്ചു കളയാൻ നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്താലും ഈച്ച പോകൂല. കാരണം വീട്ടിലൊരു സാധനം ഇരിക്കുക, ചക്കപ്പഴം ഇരിക്കുക, ചീഞ്ഞിരിക്കുക, പോകുമോ? ഇല്ല. ആദ്യം എടുത്തു കളയേണ്ടത് ഈച്ചനല്ല, ചക്കപ്പഴം കളഞ്ഞാൽ മതി. അതുപോലെ ഈ ഹൃദയത്തിനകത്ത് ലോകത്തിൻ്റെതായ എന്തെങ്കിലും കിടന്നാൽ, എൻ്റെ വാക്ക് ശരിയാണോ? അതെന്തു വാക്കട്ടെ, അതൊക്കെ പിന്നീട് പഠിക്കും നമ്മൾ. ലോകത്തിലുള്ളത് എന്തെങ്കിലും എൻ്റെ ഹൃദയം എന്നാണെന്നറിയാലോ അല്ലേ? ഹൃദയത്തിൽ കിടന്നാൽ ലോകത്തിൻ്റെ പ്രഭുവായ പിശാചിന്, സാത്താന് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനമുണ്ട്, അവകാശമുണ്ട്. ഇപ്പോൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് നമ്മൾ എന്തൊക്കെ ആട്ടിയാലും പിശാച് പോകുമോ? നമ്മൾ പോകേണ്ടി വരും. കാരണം അവനെവിടെ പോകാനാ? അവൻ്റെ സ്ഥാനം അകത്തിരുന്നാൽ അവൻ നമ്മുടെ കൂടെ തന്നെ പറ്റി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാനല്ല നമ്മളെ വിളിച്ചത്, കർത്താവിനെ സ്നേഹിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒട്ടനവധി ആൾക്കാർ, ഹുമനിയോസും അലക്സാണ്ടറും, അല്ലേ, ഈ 1 തിമോഥെയോസിന്റെ ലേഖനം 1:20 പറയുന്നു, മകനെ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു.
നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി. എന്താ മനസ്സാക്ഷി എന്നൊക്കെ പഠിച്ചു ഓർമ്മയുണ്ടോ? മനസ്സാക്ഷി എന്താണെന്നൊക്കെയാ? വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഓക്കെ, എന്നിട്ട് പറയാ ചിലർ, ഇനിയാണ് പൗലോസ് ഇത് ഇടക്കിടക്ക് പൗലോസ് പറയാൻ കാരണവും ഹിസ്റ്ററി ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്? കളിയാക്കാൻ വേണ്ടിയാണോ? അല്ലേ? ദൈവം ദേമാസിനെ കളിയാക്കി വെച്ചിരിക്കുക. ദേമാസ് ലോകത്തെ വിട്ട് നശിച്ചു പോയി എഴുതി വെച്ചിരിക്കുക ഇവിടെ, അല്ലേ? ദേമാസ് ലോകത്തെ വിട്ട് സ്നേഹിച്ച് നമ്മളെ വിട്ടുപോയി. പൗലോസ് കളിയാക്കിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഒന്നും മിണ്ടുന്നില്ലല്ലോ. പൗലോസ് അങ്ങനെ പൗലോസ് കളിയാക്കി വെച്ച്. നമ്മളിപ്പോൾ ആരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കളിയാക്കുന്ന പോലെ അല്ല, ഇത് പൗലോസ് കളിയാക്കി വെച്ചിരിക്കുക. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു വെളിപ്പാട് പറഞ്ഞു തരാം. മത്തായി സുവിശേഷமாக എടുക്കണ്ട, അതിൽ വംശാവലിയെക്കുറിച്ച് അല്ലേ എഴുതി വരുമ്പോൾ ഒരു വാക്ക് അവിടെയുണ്ട്. ദാവീദിൻ്റെ അച്ഛൻ്റെ പേരെന്താ? വന്നില്ല, ഓടി വന്നില്ല, പറ. ദാവീദിൻ്റെ അച്ഛൻ്റെ പേര് ഈശായി. ഓക്കെ, എന്തോ എന്നാ വാക്യം വായിച്ചേ. മത്തായി 1-ാം അധ്യായം. ചില സമയത്ത് പേര് വായിൽ വരത്തില്ല, ആണ് വായിച്ചേ. അവിടെ വംശാവലി പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ദാവീദിന്റെ വംശാവലി വരുമ്പോൾ വായിച്ചേ. എനിക്ക് എടുത്തേക്ക് വായിച്ചോ. ഇന്നാളെ ജനിപ്പിച്ചു ദാവീദ് ഇസ്ഹാക്കിനെ, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞ് വരിക. എന്നിട്ട് അടുത്ത വാക്യം ദാവീദിന്റെ കുറിച്ച് പറഞ്ഞേ. എന്നിട്ട് മോളിൽ പോയി വായിക്കുക, തൊട്ട് മോളിൽ പോയി വായിക്കുക. നോക്കിയേ, ജനിപ്പിച്ചു വാക്ക് നല്ല വാക്കാണ്. ആ വാക്കിന് അർത്ഥമൊക്കെ ഭയങ്കര അർത്ഥമോ എന്തുവാകട്ടെ, ആ വാക്ക് വിടും. ഈശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. അടുത്ത വാക്യം, ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായ ശലോമോനെ ജനിപ്പിച്ചു, അല്ലേ? താഴേക്കൊന്ന് വായിച്ചോ. ശലോമോൻ രഹബ്യാവിനെ ജനിപ്പിച്ചു. മതി. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, ഗോത്രങ്ങളെ ജനിപ്പിച്ചു, ഇങ്ങനെ ജനിപ്പിച്ചു. ഇശിയായി അല്ലേ ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദ് ഊരിയാവിന്റെ ഭാര്യയായ. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ദൈവം അത്ര മോശമായതുകൊണ്ടാണോ എഴുതി വെച്ചിരിക്കുന്നത്? ഈ ഭൂമിയുള്ള സമയത്തോളം, ഈ ഭൂമിയിൽ മനുഷ്യനുള്ള സമയത്തോളം, നിങ്ങൾ വാക്ക് വെളിപ്പാട് ദൈവത്തിൻ്റെ മനസ്സോടെ ആത്മാവോടൊന്ന് വായിച്ചു നോക്കിയേ ആ വാക്യങ്ങളൊക്കെ. ഒരു മനുഷ്യൻ, ദൈവത്തെ സ്നേഹിച്ച മനുഷ്യൻ, മുഖാമുഖമായി കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ദൈവത്തെ സ്നേഹിച്ചിറങ്ങിയവൻ. നിന്റെ ശലോമോനോട് പറയുന്നുണ്ട്, നിന്റെ അപ്പൻ എൻ്റെ വചനം കേട്ട്, അല്ലേ? ഒരു വാക്യമുണ്ടല്ലോ, എൻ്റെ കൂടെ പറ്റി നിന്നവനാണ് നിന്റെ അപ്പൻ എന്നൊക്കെ പറഞ്ഞു ദാവീദിനെ വാനോളം പൊക്കിയവൻ. എൻ്റെ മനസ്സറിയാവുന്ന ദാവീദ്. ഇത്രമാത്രം ദാവീദിനെ ഉയർത്തിപ്പറഞ്ഞ കർത്താവ് മാനവരാശിയുടെ മുമ്പിൽ തെളിവായി എഴുതി വെച്ചിരിക്കുക. ദാവീദേ, നീ മറ്റവൻ്റെ വേറൊരുത്തൻ്റെ ഭാര്യയിൽ നീ ഒരു മനുഷ്യനെ, ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ നിങ്ങളുടെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്? ആണോ? ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ. നമ്മുടെ മറ്റേ പുള്ളിക്കാരൻ ആരും ഒരു എന്തെങ്കിലും പേര് പറ. നമ്മുടെ കറുപ്പസ്വാമി, അങ്ങനെ പഴയ പേരുടെ കറുപ്പസ്വാമി. കറുപ്പസ്വാമി ഇല്ലേ? കറുപ്പസ്വാമി നമ്മുടെ മറ്റേ ജോർജ് കുട്ടിയുടെ ഭാര്യയുടെ ആ കൊച്ചാണ് ഈ കൊച്ചെന്ന് പറഞ്ഞാൽ എത്രമാത്രം വിഷമം ആ കറുപ്പസ്വാമിക്കുണ്ടായിരിക്കും, ആ കൊച്ചിനുണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ഉണ്ടോ നിങ്ങൾക്ക്? ഇത് ബൈബിളിലല്ല എഴുതി വെച്ചിരിക്കുന്നത്. തകർക്കാൻ വേണ്ടിയാണോ എഴുതി വെച്ചിരിക്കുന്നത്? അല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. ഒരായുസ്സും ഈ ഭൂമി എത്ര നാളുണ്ടോ, എത്ര മനുഷ്യനുണ്ടോ, അവിടെ മുഴുവനും ഈ സത്യം വെളിവായി കിടക്കുക. ഏതാണ്? ദൈവത്തെ സ്നേഹിച്ചൊരു മനുഷ്യൻ, അവൻ ഒരുത്തൻ്റെ ഭാര്യയെ കയറി പിടിച്ച് അവനുണ്ടായ കൊച്ചാണെന്ന് പറയുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാകും. പക്ഷെ ദൈവം അത് അനുവദിച്ചത് നമുക്കത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വന്നവർക്ക് എന്താണെന്നും കാണിവെച്ചിരിക്കുക. അവൻ എങ്ങനെ രക്ഷ പ്രാപിച്ചു എന്നും അവിടെ എഴുതി വെച്ചിരിക്കുക. ഒന്നിങ്ങ എൻ്റെ കൂടെ ഇല്ല. ഈ വെളിപ്പാട് മനസ്സിലാകണമെങ്കിൽ ഇത്തിരി ആഴങ്ങളിലേക്ക് പോകണം. നിങ്ങൾ കർത്താവിനോട് പറ്റി നിൽക്കണം. ഓക്കെ, വിട്ടുപോകുക. ഇതുപോലെ ദേമാസ് ഈ ലോകത്തെ വിട്ടുപോയി. നമ്മൾ പറയും, എന്തിനാ ബ്രദറെ, അയാൾ പൊക്കോട്ടെ, അയാൾ പോട്ടെ, അയാൾ വിട്. പക്ഷെ അങ്ങനെ വിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയും, സഭക്കകത്ത് മല്ലി പിടിച്ച് നിൽക്കുക. പണ്ടൊക്കെ സഭക്കകത്ത് അനന്യാസ സഫരം കയറി വന്ന കിടുകിടാ പറക്കം. നീ നിന്റെ ഭർത്താവിനെ കൂടെ നിൽക്കുന്നത് വെച്ചപ്പോൾ അവിടെ പെടഞ്ഞു വീട് മരിക്കുക. സഭക്ക് ഭയമാണ് സഭക്കകത്ത്. ഇന്ന് ഏത് സഭക്കാ ഭയം? ക്ലബിൽ വരുന്ന പോലെ വരുന്നത്. ഒരുത്തര കയ്യിൽ ബൈബിൾ പോലും ഇല്ല. ഏതാണ് ടൂർ ബസ് ഇത് പോകുന്നവരെ കയറി വരുന്നത്. ഒന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ.
ഭയം പോയി ദൈവസഭക്കകത്ത്. ഏത് പാപിക്കും മേഞ്ഞും മെനയാമെന്നുള്ള വിധത്തിലാണ് സഭ മാറിയിരിക്കുക. വിടില്ല. ഇത് കർത്താവ് രക്തം കൊടുത്ത് വിലക്ക് വാങ്ങേണ്ട സഭയാണ്. ഒരു കോംപ്രമൈസും ഇല്ല ഇവിടെ. ഹല്ലേലൂയ. കാരണം ഭയം പോയി നമുക്കെല്ലാവർക്കും. എന്തും പറയാം, ആരെക്കുറിച്ച് എന്തും വിളിച്ചു പറയാം. ഒരു കോലഘട്ട സഭയായിപ്പോയി ലോകത്തെ മിക്കവാറും നല്ല ശതമാനം സഭകളും. ഞാൻ പറഞ്ഞത് കാര്യം, ഇതൊക്കെ വായിച്ച് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. ദേവാസ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. ഇത് ബൈബിളിലെ പാട്ടാണ്. എന്നിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിൽ പോയി, ക്രേമാസ്, ഗലാത്യസം, തീത്തോസ്, ദൽമാത്യയ്ക്കൊക്കെ പോയി. എന്നിട്ട് ഹുമിനോസിനെ കുറിച്ച് പറയുക, മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിന്നെ കേൾപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷ്യമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യും. അടുത്ത വാക്യം ചിലർ. അടുത്ത വാക്യം ആരൊക്കെയാ? ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഇവരാരാ? ഇവർ രക്ഷിക്കപ്പെട്ടവരാ, മോശക്കാരൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടവരാ. ദേമാസിനെ പോലെയൊക്കെ സഭയിൽ വന്ദനം അറിയിക്കുന്നവരാ, അത്ര ടോപ്പ് ആൾക്കാരാ. ഹുമനോസും അലക്സാണ്ടറൊക്കെ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. കപ്പൽ പുറപ്പെട്ടതാ, നങ്കൂരമഴിച്ച് കപ്പൽ തുറമുഖത്തേക്ക് ലാക്കാക്കി ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ വഴിയാത്രയിൽ ആ കപ്പൽ മുങ്ങിപ്പോയെന്ന. കാരണം വിശ്വാസം പോയി. വിശ്വാസം എന്താണെന്നറിയാമോ? ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഏത് കൂട്ടരാ? വിശ്വാസ കപ്പൽ തകർന്നു പോയ കൂട്ടർ. എങ്ങനെയാ അവരെ വിശ്വാസം പോയത്? അടുത്ത വാക്യം പറയുക, അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടത് ഞാൻ അവരെ സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. വേറൊരു വാക്ക് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, വേറൊരു വാക്ക് ഞാൻ എഴുതി വെച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ ഇങ്ങനെ വാക്ക് ഇങ്ങനെ പറയുന്നത്, അവർ പുനരുത്ഥാനം കഴിഞ്ഞു പോയെന്ന് അവർ വിളിച്ചു പറയുക. വൈറസ് പോലെ, ആ വാക്യം അറിയാമോ? വൈറസ് പോലെ അല്ലേ? ഈ വൈറസ് എന്നാണ് എഴുതിക്കുന്നത്. ഒരു വാക്കുണ്ടല്ലോ, വൈറസ് പോലെ. ഒരു നല്ലൊരു വേണം വാക്കാ. വൈറസ് പോലെ അവർക്ക് കഴിഞ്ഞു, പുനരുദ്ധാനം കഴിഞ്ഞു പോയി. നമുക്കെന്താ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കർത്താവ് വരും, അത് വന്നോളുന്നേ. വരുമ്പോഴല്ലേ നമ്മൾ പോയിക്കോളും, കർത്താവ് നമ്മളെ കൊണ്ടുപോയിക്കോളും എന്നൊക്കെ പറയുന്ന ഭോഷത്വമായ ഉപദേശത്തിലേക്ക് ഇവർ വീണുപോയി. അവരുടെ വിശ്വാസം കപ്പൽ മുങ്ങിപ്പോയി. കാരണം നമ്മുടെയും കപ്പൽ ഒറ്റ വിശ്വാസമേ തൂക്കിക്കിടക്കുക. എന്നറിയാമോ? ആ കൃപാസനത്തിനകത്ത് എൻ്റെ വിശ്വാസവും പ്രത്യാശയും ഒക്കെ അവിടെ കിടക്കുക. ആ കപ്പൽ പോയാൽ പിന്നെ നമ്മൾ, അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അവരുടെ നല്ല മനസാക്ഷി പോയി. മനസാക്ഷി എന്താണെന്നറിയാമോ? കുറ്റപ്പെടുത്തുന്ന അകത്തെ ന്യായാധിപൻ. പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ന്യായാധിപൻ കോടതിയാ. ആ കോടതി ശബ്ദിക്കുന്നില്ല. നീ തെറ്റിപ്പോയെന്ന് ശബ്ദിക്കുന്നില്ല. പിന്നെ അവനെന്താ കുഴപ്പം? ഞാൻ പാപം ചെയ്യുമ്പോൾ എൻ്റെ അകത്ത് വിളിച്ചു പറയാം, നീ തെറ്റ് ചെയ്ത് മനസ്സാന്തരപ്പെടുന്നത്. അങ്ങനെയല്ലേ? അവനോട് നിരപ്പ് പ്രാപിക്കുന്ന ആരാ? എൻ്റെ അകത്ത് വിളിച്ചു പറയുക. ആ മനസാക്ഷി കോടതി 3 മാസത്തേക്ക് ലീവാണെങ്കിലോ? കോടതി 3 മാസം ലീവ് എടുക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്കറിയാൻ പാടില്ല. കോടതിയിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലേ? കോടതി അടച്ചു കളഞ്ഞാലോ പിന്നെ എവിടെ നിന്ന് കേൾക്കാൻ കഴിയും? അത് ഇവർ ഹുമനിയോസും അലക്സാണ്ടറൊക്കെ പുനരുദ്ധാനം കഴിഞ്ഞുവെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം വിശ്വാസ കപ്പൽ തകർന്നു പോയി. വിശ്വാസം കിടക്കുന്നത് പ്രത്യാശയില്ല, പ്രത്യാശ കിടക്കുന്നത് കൃപാസനകത്താ. പോയാൽ പിന്നെ രക്ഷ കിടക്കുന്ന വിശ്വാസത്തിലും, വിശ്വാസം കിടക്കുന്നത് പ്രത്യാശയിലും, പ്രത്യാശ കിടക്കുന്ന കൃപാസനത്തിനകത്തും. കൃപാസനത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് മാറിപ്പോയി പ്രത്യാശ നഷ്ടമായാൽ വിശ്വാസം പോയി, വിശ്വാസം നഷ്ടമായാൽ രക്ഷ നഷ്ടമായി. ഇതിനപ്പുറത്തേക്ക് വേറെ എന്താ പഠിപ്പിക്കാൻ ആവശ്യമുള്ളത്? ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഈ തലമുറ വല്ലാത്തൊരു തലമുറയാണ്. കാരണം ലോകവുമായിട്ട് ഒരു കാലം ലോകത്തിലും ഒരു കാലം ഇവിടെ വെച്ചിട്ടിരിക്കുക, സഭയിലും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഹുമനിയോസൊക്കെ അവരെ മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടത് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിക്കുക. ഇനി കർത്താവിൻ്റെ വരവിനെങ്ങാനും ഇവരുടെ ബോഡി, ഈ അഹങ്കാരം, ഇതാണല്ലോ നമ്മുടെ അഹങ്കാരമൊക്കെ. നോക്കി, ഈ ജഡമുള്ളതുകൊണ്ടല്ല അഹങ്കാരം, സമ്പത്തുള്ളതുകൊണ്ടല്ല നമുക്ക് അഹങ്കാരം. ആണോ? ജോലിയും പ്രൊമോഷനും അത്യാവശ്യം ഒക്കെ സൗകര്യമുള്ളതുകൊണ്ട് നമുക്ക് അഹങ്കാരം. പൗലോസിനെ പോലെ നല്ല ഭക്തന്മാർ പറയും, ഒരു പണി അവൻ സാത്താനെ ഏൽപ്പിക്കുക. സാത്താനെ ഏൽപ്പിക്കാൻ വേണ്ടല്ലോ. സാത്താൻ ആ ശരീരത്തെ കയറി അങ്ങ് പിടിക്കും. ശരീരം ഉടയാൻ തുടങ്ങുമ്പോൾ അവനാ പറഞ്ഞു, അവർ പല ഭാഗത്തും പറയുന്നുണ്ട്, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവനോട് പറയുന്നുണ്ട്, അവനങ്ങനെ സാത്താനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ, അവൻ്റെ ശരീരം ഉടഞ്ഞു കഴിയുമ്പോൾ, കർത്താവേ നിൻ്റെ വരവിലെങ്കിലും ആത്മാവിനെങ്കിലും ഒന്നും വേണ്ടുന്നില്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു നിങ്ങൾക്ക്?
ക്ലിയറാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ കിടക്കുന്നത്. ഈ ജഡം, ഈ ശരീരത്തിൽ ഈ അഹങ്കാരം, സമ്പത്ത്, നമ്മുടെ പദവിയല്ലേ, ഇത് പൊസിഷനെ കിടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഇത് പൗലോസിനെ പോലെ ചില നല്ല ദൈവാസന്മാർ അങ്ങ് സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ, ശരീരമൊക്കെ ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോൾ വിളിക്കും, കർത്താവേ എന്ന് വിളിക്കും, കർത്താവ് അവരെ രക്ഷിച്ചിരിക്കും. പക്ഷേ നഷ്ടം വലിയ നഷ്ടമായിരിക്കും. കാരണം ഈ ആയുസ്സിൽ ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, നമ്മുടെ കഴിവുള്ളപ്പോൾ അവന് വേണ്ടി അധ്വാനിച്ചാൽ സ്വർഗത്തിൽ പ്രതിഫലം അനേകമാണ്. വെളിപ്പാട് പുസ്തകത്ത് പഠിച്ചത് നിങ്ങൾ എല്ലാ സമയവും എടുത്ത് പഠിച്ചോ, എന്തെടുത്ത് പഠിച്ചോ, നമ്മുടെ പ്രവൃത്തി അവൻ അറിയുന്നു. നമുക്ക് പ്രതിഫലത്തിന് വേണ്ടി തന്നിരിക്കുന്നത് നമ്മുടെ സമ്പത്ത്, ആരോഗ്യം, നമ്മുടെ ഒക്കെ പ്രതിഫലം നേടാൻ വേണ്ടിയാ. ഇതൊക്കെ സ്വർഗത്തിൽ നമുക്ക് തേജസ്സായി മാറുകയാ. വെളിപ്പാട് 10-ാം അധ്യായം 6-ാം വാക്യം 5-ാം വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ എൻ്റെ കല്യാണ ഡ്രസ്സിൽ തൊങ്ങൽ കൂടുകയാ, മനോഹാരിത കൂടിക്കൊണ്ടിരിക്കുകയാ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ അറിയാതെ കുറേ കഴിയുമ്പോൾ പിന്നെ വിശ്വാസം അല്പമൊക്കെ ഉള്ളത് കൊണ്ട്, ചെറിയ വിശ്വാസമൊക്കെ അല്ലതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ച് പൗലോസിനെ പോലത്തെ നല്ല ഭക്തന്മാർ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോഴാണ് കയറി പിടിച്ച് അല്ലേ എന്തെങ്കിലും ലോകത്തിന് അടിമയായി കഴിയുമ്പോൾ പിന്നെ അവിടെ കിടന്നൊരു അയ്യം വിളിയുണ്ട്. പക്ഷെ ഒരുപക്ഷെ ഈ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ പുല്ല് കൊണ്ട് നേടി, വൈക്കോൽ കൊണ്ട് നേടി, പിന്നെ പുല്ല് വൈക്കോൽ മരം കൊണ്ട് നേടി, പൊന്ന് വെള്ളി വിലയേറിയ മുത്ത് നേടും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ, ന്യായവിധിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ തീ വന്ന് ശോധന ചെയ്യുമ്പോൾ എന്താ കത്തിപ്പോകും? എല്ലാം പോകൂല. തീ വന്ന് നിത്യതയിൽ തീ വന്ന് ശോധന ചെയ്യുമ്പോൾ, ദൈവം തീയഴക്കുമ്പോൾ എന്ത് അവിടെ നിൽക്കും? എന്താ കത്തിപ്പോകും? പുല്ല്, ഭൂം, വൈക്കോൽ, ഭൂം തന്നെ പറയാല്ലേ. അടുത്തത് മരം. ഒന്ന് കത്തിയിട്ടും അതും കരിക്കട്ടേ തീരും. എന്തോരം സമ്പാദിച്ചു കൂട്ടിയതാ, എന്തോരം ആത്മാക്കളൊക്കെ നേടിയതാ അല്ലേ. അതിൽ ഓടി വന്ന് ആൾക്കാരെ വെട്ടിക്കൂട്ടുന്നുണ്ട് ആൾക്കാരെ, പക്ഷേ നിത്യത കാണിച്ചു കൊടുക്കുന്നില്ല. 2 പൊന്ന്, വിലയേറിയ കല്ല്, സ്വർണ്ണമൊക്കെ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് സമയം എടുക്കേണ്ടി വരും. ഒരു പവൻ്റെ മാല ഉണ്ടാക്കണമെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ എടുക്കണം. എനിക്കറിയാൻ പാടില്ല, ഞാൻ തട്ടാനൊന്നുമല്ല, തട്ടിപ്പറിക്കാനറിയാം, അത് തട്ടാനൊന്നുമില്ല ഞാനല്ലേ. അപ്പോൾ എന്താണെങ്കിലും തട്ടാന്മാരൊക്കെ ഒരു 10 സ്വർണ്ണം ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസങ്ങളെടുക്കും? വിലയേറിയ കല്ല്, ഡയമണ്ടൊക്കെ എത്രയോ മാസങ്ങൾ കൊണ്ട് അവർ ഡയമണ്ട് ഉണ്ടാക്കുന്നത്. കരിക്കട്ടയിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങി കൽക്കരിയൊക്കെ പൊട്ടിച്ചെടുത്ത് അത് കൊണ്ടുവന്ന്, അത് മോളിൽ കൊണ്ടുവന്ന് അതിന് രാഗി എടുത്ത് ഓരോ ഫേസൊക്കെ ആക്കിയിട്ട് എത്രയോ ദിവസങ്ങൾ എടുത്തിട്ടാണെന്നറിയാമോ ഒരു ഡയമണ്ടൊക്കെ ആക്കി എടുക്കുന്നത്. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോഴല്ല, തീ വന്ന് ശോധന ചെയ്യുമ്പോൾ ഡയമണ്ടൊക്കെ ശോഭ കൂടുകയാണ്. സ്വർണത്തിന് ഇത്തിരി കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഉരുകിയിട്ട് സ്വർണ്ണമൊക്കെ അവിടെ കാണും, വെള്ളിയും കാണും. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾ തീ വന്ന് ശോധന ചെയ്യുമ്പോൾ കത്താത്ത വിധത്തിലുള്ള പ്രവൃത്തിയായിരിക്കണം. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്ത് ചെയ്യുമ്പോഴും പരിശോധിക്കണം നമ്മൾ. ഇത് ചെയ്താൽ ഫലമുണ്ടോ? നിലനിൽക്കുമോ? നിലനിൽക്കുന്നത് എന്തിനാ അതിന് പുറകെ നടക്കുന്നത്? ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു പൗലോസിനെ പോലെ എന്താ പറയുക, എബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് പോലെ മിസ്രൈമിലെ ധനത്തെ ഒരു സൈഡിലെടുത്തു, ഇസ്രായേൽ മക്കളുടെ കൂടെയുള്ള കഷ്ടം മറു സൈഡിലെടുത്തു. കൂട്ടി നോക്കി. നല്ല ബിസിനസ്സുകാരനാണ് പുള്ളി, നല്ല ബിസിനസ്സുകാരൻ. കാരണം ഇത് ഇവിടെ കിട്ടുന്ന ഏരിയയിൽ 70-80 വർഷം മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റത് നിത്യമായിട്ടാണ്. കൂട്ടി നോക്കി, കൂട്ടി കിഴിച്ചും ബിസിനസ്സുകാരെ കൂട്ടി കഴിച്ചും അതായിരിക്കണം നമ്മൾ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അവിടുത്തെ പ്രതിഫലങ്ങളും വാഗ്ദത്തങ്ങളും അത് ഇവിടെ നേടുന്ന ഓരോ ആത്മാക്കൾ അവിടെ ചെല്ലുന്നില്ലെങ്കിൽ നോക്കിയേ, ലോകത്തെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ നിറഞ്ഞു കയറും, ഇടിച്ചു കയറും. ലോകത്തിലെ കുറച്ച് മായാജാലം കാണിച്ചാൽ മതി, ഒന്ന് ഇതൊക്കെ ഊരിയിട്ടൊന്ന് ഇങ്ങനെ കാണിച്ചാൽ ആൾക്കാരൊക്കെ മറിഞ്ഞും കെട്ടി വീണാൽ നാളെ ഇവിടെ ഫുള്ളായിരിക്കും ആൾക്കാർ. പക്ഷേ അവിടെ ചെല്ലുമ്പോണ്ടല്ലോ പുല്ലും വൈക്കോലും കറക്റ്റാ. തീ വന്ന് ശോധന ചെയ്യുമ്പോഴേ കത്തിപ്പോകുകയുള്ളൂ. പിന്നെ ഒരുത്തനേക്കാ സ്വർണ്ണം ഊതുന്ന പോലെ ഊതിയൊക്കെ എടുത്ത് കുറേ പതിയൊക്കെ എടുത്ത് രാവും പകലും ഒരു ആയുസ് കൊണ്ട് നേടിയാൽ അവൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിലനിൽക്കും. ചിലപ്പോൾ 1-2 ഒക്കെ ഉണ്ടാകത്തുള്ളൂ. കഥ കൂടുതൽ ഇരട്ട്, നല്ല കാര്യം, സ്തോത്രം. പക്ഷേ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇത് പോകട്ടെ. അപ്പോൾ ഇതുപോലെ ഹുബനിയോസും അലക്സാണ്ടറൊക്കെ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. വിശ്വാസം മറ്റൊന്നുമല്ല, അവരുടെ കപ്പൽ മറ്റൊന്നുമല്ലായിരുന്നു. അവർ ഇതാ പഠിപ്പിച്ചത്, പുനരുദ്ധാനം കഴിഞ്ഞുപോയെന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊരു കൂട്ടരായിരുന്നു അവരെല്ലാവരും. അതിൽ വിശ്വസിച്ച കൂട്ടരാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ കൂട്ടരുണ്ടല്ലോ ഇവിടെ ലോകത്ത്, ഇഷ്ടംപോലെ കൂട്ടരുണ്ട്. 1 വെച്ചാൽ 2 കിട്ടുന്ന കൂട്ടരും അല്ലേ. ചിരിച്ചുകൊണ്ട് സഭയിൽ വന്നാൽ ചിരിച്ചാൽ ചിരിപ്പിക്കുന്ന ആത്മാവിനാണ്. ചിരിച്ചുകൊണ്ടിരുന്നാൽ നല്ല സുഖമാണെന്നൊക്കെ പറഞ്ഞത്. ചിരിച്ചുകൊണ്ടിരുന്ന നരകത്തിലേക്ക് പോകാൻ മാത്രമേ ഉള്ളൂ.
കൃത്യമായിട്ട് വേദവസം പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കാൻ ഒരു മടിയുമില്ല, നല്ല അധികാരത്തോടെ തന്നെ പഠിപ്പിക്കും നമ്മൾ. എത്രയോ മനസ്സാവുന്നുണ്ട്? ഒരു മാജിക്കില്ല, ഒരു മായാജാലവും ഇല്ല ഇതിന്. കാരണം വചനം അങ്ങനെ കൃത്യമായി ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. ഇത്രയും വലിയ ദൈവദാസനായ ദാവീദിനെ കുറിച്ച് ബൈബിൾ അങ്ങനെ എഴുതി വെച്ചിട്ടെങ്കിൽ ഓർത്താൽ മതി, നമ്മളെപ്പോലത്തെ ഈ ഏഴകളെയൊക്കെ കീറിക്കളയും കർത്താവ്. കീറിക്കളയും. ആ വാക്കിലേക്ക് നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ചു നോക്ക്. അതിനൊക്കെ മർമ്മം അറിഞ്ഞാൽ പൊട്ടിക്കരഞ്ഞു പോകും. ഞാനൊക്കെ കൊട്ടിക്കര ദിവസങ്ങളിൽ ഇരുന്നിട്ട് ദാവീദിനെ കുറിച്ച് ഓർത്ത്, ഇത്രയും വലിയ ദൈവത്തിൻ്റെ മനസ്സറിയുന്ന ദാവീദൊക്കെ ഇത്രമാത്രം ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞു വെച്ചിരിക്കുക. നിങ്ങളുടെ ബൈബിൾ അങ്ങനെയൊക്കെ ഇല്ലേ? വേറൊരുത്തൻ്റെ ഭാര്യയിൽ ഉണ്ടായ മകൻ എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ പച്ചക്ക് കീറി വെച്ചിരിക്കുക, തുണി വിളിച്ചു വെച്ചിരിക്കുക. ഓർക്കണം, നമ്മയും അതുപോലെ വീഴാതിരിക്കുവാൻ. നമ്മുടെയൊക്കെ മുമ്പിലുണ്ടല്ലോ നഗ്നമായി എല്ലാം ലോകം വിളിച്ചു പറയുന്ന, ടി വിയിലുമൊക്കെ നിറഞ്ഞു നിന്ന എത്രയോ ആൾക്കാരൊക്കെയാ, നമ്മളെയൊക്കെ കീറിക്കളഞ്ഞ ആൾക്കാരൊക്കെ കർത്താവ് നമ്മളെ വീഴാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. നാളെ നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ, ആരെയും കുത്തിയതല്ല. ഹല്ലേലൂയ. കാരണം ലോകം അത്രയും ഭയാനകമാണ്. അവനിങ്ങനെ അലറുന്ന സിംഹം പോലെ നമുക്ക് ചുറ്റും ഇന്ന് നടക്കുകയാണ്. പാട്ടുകാർ കയറിക്കോട്ടോ, നിങ്ങൾക്കുള്ളതല്ല ഇത്, ഞങ്ങൾക്കുള്ളതാ. നോക്കിയേ, ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അലറുന്ന സിംഹം പോലെ നടക്കുകയാണ്. നമ്മുടെ സ്വത്ത് കൊണ്ടുപോകാൻ വേണ്ടിയോ, നമ്മുടെ വിസ കെട്ടിവെക്കാൻ വേണ്ടിയോ, നമ്മുടെ സമ്പത്ത് കൊണ്ടുപോകാൻ വേണ്ടിയോ, ജോലി പ്രൊമോഷൻ തടഞ്ഞു വെക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ അകത്ത് വന്ന ദൈവരാജ്യം തട്ടിയെടുക്കാൻ വേണ്ടിയാ. നിങ്ങളുടെ അകത്ത് വന്ന നിത്യജീവൻ തട്ടിക്കളയാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നമ്മളെ കാര്യം മറന്നു പോകരുത്. ഈ കാര്യത്തിൽ ഒട്ടനവധി എത്രയോ ഭക്തന്മാരൊക്കെ അവരെ വിശ്വാസ കപ്പൽ, അവരെ പടക് അഴിച്ച് കപ്പൽ യാത്ര തുടങ്ങിയതാ. പക്ഷേ വഴിയാത്രയിൽ വീട് പോകുന്നറിയാമോ? എത്രയോ ദുരുപദേശങ്ങൾ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ പുസ്തകത്തിലുള്ളെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെയും വിശ്വസിക്കരുത്. പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി കർത്താവോട് പറയണം, കർത്താവേ ഇതിങ്ങനെയാണോ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ? വളരെ ഭയാനകമായി ഇതൊക്കെ എഴുതി വെച്ചതൊക്കെ ഈ ചെറിയ ജീവിതമേ നമുക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, 10ാം ക്ലാസ് പരീക്ഷ തോറ്റുപോയാൽ നമുക്ക് വീണ്ടും എഴുതിയെടുക്കാം. പക്ഷേ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നാം എല്ലാം ഒരു ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കേണ്ടതാവുന്നു. ഹല്ലേലൂയ. അവിടെ പോയിട്ടാണ് പ്രതിഫലത്തിൽ നിൽക്കുന്നത്. ഇവിടെ വെച്ച് ഓരോ ദിവസം നാം നമ്മെ തന്നെ പരിശോധിച്ചോളണം. അതുകൊണ്ട് കുരുത ലേഖനം 12-ാം അധ്യായം താഴേക്ക് പഠിച്ച് വരുമ്പോൾ നിങ്ങൾ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. ലോകക്കാരോടുകൂടി ശിക്ഷാവിധി അകപ്പെടാതിരിപ്പാൻ നിങ്ങളെ വിധിപ്പിൻ. വിധിച്ചോണ്ടിരിക്കുക. നമ്മളിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ പാസ്റ്റർ നമ്മളെ വിധിക്കുക, അങ്ങനെ വിധിക്കുകയല്ല. നമ്മൾ വചനം വെച്ച് നമ്മളെ തന്നെ വിധിച്ചു നോക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഞാനും തെറ്റിപ്പോയിട്ടുണ്ടോ, ദേമാസിനെ പോലെ ലോകത്തിൻ്റെ മോഹങ്ങൾ എന്തെങ്കിലും എൻ്റെ അകത്തുണ്ടോ പരിശോധിക്കുക നമ്മളിവിടെ. അല്ലേ? ഗ്രഹിച്ചോ ഞാൻ പറഞ്ഞു നിൽക്ക്? അതുകൊണ്ട് ഒരൊറ്റ ഓട്ടം നമുക്കുള്ളൂ. ആ ഓട്ടം സ്ഥിരതയോടെ ഓടിയിട്ട് നമുക്ക് അവിടെ എത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ വിശ്വാസ കപ്പൽ പോയില്ലേ, നങ്കൂരം അഴിച്ചിട്ട് നമ്മളല്ലേ ആ സ്വർഗീയ സിയോണിൻ്റെ പടിവാതിൽക്കൽ പോയിട്ട് അപ്പാ എന്ന് വിളിച്ച് അവിടെ നിൽക്കുന്ന ദിവസമാണ് നമ്മുടെ ദിവസം. ഹല്ലേലൂയ. അതിനിടയിൽ പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പല ആൾക്കാരും കടന്നു വരും. ഒരുപാട് സുഹൃത്തുക്കൾ കടന്നു വരും. ഒരുപാട് ദൈവവിശ്വാസികൾ നമ്മുടെ കൂടെ കടന്നു വരും. ഹല്ലേലൂയ. ഒട്ടനവധി മോഹങ്ങൾ കടന്നു വരും, പ്രമോഷൻ കടന്നു വരും, സമ്പത്ത് കടന്നു വരും, ഒക്കെ കടന്നു വരും. പക്ഷേ അവിടെയൊന്നും നമ്മുടെ ഹൃദയം നിൽക്കരുത്. ഹൃദയം പോയി നിൽക്കേണ്ടത് അപ്പൻ്റെ ഭവനത്തിൽ മാത്രമായിരിക്കണം, സ്വർഗീയ സിയോണിൽ മാത്രമായിരിക്കണം. ബാക്കിയൊക്കെ പുറകിൽ നിൽക്കണം. അതോടെ കർത്താവ് പറഞ്ഞത്, സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചത്, ആയുഷ്കാലം നിന്റെ നന്മയും കരുണയും നിന്റെ പുറകിൽ, അവന് രാജ്യവും നീതി അന്വേഷിപ്പിൻ, പുറകിൽ വരും നിന്റെ. ഇതൊക്കെ അനുഭവിക്കുന്ന ആളാ. ഒരു നന്മകളും കുറവില്ല. നല്ല ഫുഡാ ദിവസം കഴിക്കുന്നത്, ഒന്നിനും കുറവില്ല. അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. രാജാവിൻ്റെ മക്കളെ പോലെ തന്നെ. ഞാൻ പറഞ്ഞു ഈ രാജാവിനെ കുറിച്ചല്ല കേട്ടോ, എന്നാലും പറയാ, കർത്താവായ ഒലി രാജാവിൻ്റെ മകനെ കൂടെ നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, നിത്യത. ഹല്ലേലൂയ.